pre-mock paper for December 23. So I hope all of you have attempted it. So basically നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസേഴ്സ് എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. Okay, so first question നമ്മുടെ എന്തായിരുന്നു? First question, what was the first question? We need to identify the impact of the information provided on the measurement of goodwill. So goodwill ന്റെ ഒരു knowledge അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, as well as net assets in the consolidated SOFP. അപ്പോൾ basically 12 marks question ചോദിച്ചിരിക്കുന്നത് consolidation എന്നാണ്. So as we already discussed in the class, first question എന്തായാലും നിങ്ങൾക്ക് ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. Okay, so hopefully it will be somewhat similar to pre-mock എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിലുള്ള എല്ലാ ഏരിയാസും എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ക്ലിയർ ചെയ്ത് പോകാന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഈ ഡിസ്കഷൻ വെച്ചത് തന്നെ. ഓക്കെ, സോ ഷാൽ വി റീഡ് ദ ക്വസ്റ്റ്യൻ. അപ്പോ ലേഡിയം ഇസ് എ ഗ്രൂപ്പ് കമ്പനി, പേരന്റ് കമ്പനി ലേഡിയം കമ്പനിയാണ്. ഓക്കെ, സോ ഈവൻ വൈൽ റീഡിംഗ് ദ ക്വസ്റ്റ്യൻ യു ഹാവ് ടു ഹൈലൈറ്റ് ദിസ്. അപ്പോൾ വൈൽ റീഡിംഗ് ദ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ ഈവൻ എക്സാമിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാർക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിനെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് അക്വസിഷന്റെ പാർട്ടാണ്. അക്വസിഷൻ പാർട്ട് നമുക്ക് വായിച്ചു നോക്കാം, അതാണ് 12 മാർക്സിന്. സോ അക്വസിഷൻ പാർട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ കമ്പനിയുടെ ഇയർ എൻഡ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കമ്പനിയുടെ ഇയർ എൻഡ് എത്രയാണ്? ഇയർ എൻഡ് ഈസ് കമ്മിങ് അപ് ടു 31st December 2026. So when we are discussing about acquisition, on 1st January, Laydium purchased 30 million of 40 million equity shares എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 30 million of 40 million എന്ന് പറയുമ്പോൾ അത് ലിറ്ററലി എത്ര പെർസെന്റേജ് ആയിരിക്കും? ഹൗ മച്ച് പെർസെന്റേജ് they are acquiring? 75%. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സോ ദിസ് acquisition is basically how much? It is of 75%. അപ്പൊ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യുക, നമുക്കത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ they are acquiring almost 75% of the company. Okay, then goodwill has been determined as 36 million. അപ്പോൾ ഇവിടെ goodwill അവർ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലെ. Here they have given the goodwill. നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിലുള്ള കറക്ഷൻസ് ഐഡന്റിഫൈ ചെയ്താൽ മതി. So the following information needs to be considered. The purchase consideration was 1 equity share in Laydium for 2 shares acquired in Hinops on 1st January 2086. The fair value of equity shares of Laydium was 1.2 million, but the issue of shares has been recorded at their nominal value. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഗുഡ്വിൽ അവർ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലെ. ഹിയർ ദ ഗുഡ്വിൽ ഹാസ് ബീൻ കാൽക്കുലേറ്റഡ് ആസ് 36 million. അതിലുള്ള ഇറേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇറേഴ്സ് നമുക്ക് ഫസ്റ്റ് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എററാണ് 1.2 million ആണ് ഫെയർ വാല്യൂ. പക്ഷെ ആ ഷെയർ ഇഷ്യൂവിനെ അവർ റെക്കോർഡ് ചെയ്തേക്കുന്ന എത്ര മില്യൺ ആണ് മക്കളെ? റെക്കോർഡ് അറ്റ് ദ നോമിനൽ വാല്യൂ എന്ന് പറഞ്ഞു. ഇത് കറക്റ്റ് ആണോ? ഈ ഒരു കാര്യം കറക്റ്റ് ആണോ? ഷെയർ ഇഷ്യൂ നമ്മൾ നോർമലി എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? പേരന്റ് ഷെയർ ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ we have to find the value of share exchange according to the fair value of the share price of our parent at the acquisition date. അല്ലെ, പേരന്റിന്റെ അക്വസിഷൻ ഡേറ്റിലെ ഷെയർ ആണ് എക്സ്ചേഞ്ച് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ പേരന്റിന്റെ ഷെയറിന്റെ ഫെയർ വാല്യൂവിൽ വേണം ആ ഷെയർ എക്സ്ചേഞ്ചിന്റെ വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ. അവർ ഗെറ്റിംഗ് ഇറ്റ്? പക്ഷെ ഇവിടെ അവർ ചെയ്തേക്കുന്നത് എന്താണ്? ഹിയർ how they have calculated it? Nominal value. So is it a correct treatment? അത് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണോ മക്കളെ? No. അല്ല. അപ്പൊ ആദ്യത്തെ എറർ അതായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ എറർ നോക്കുവാണെങ്കിൽ we can find that ഇവിടെ ഷെയറിന്റെ പ്രൈസിലാണ് ആദ്യം തന്നെ നമുക്കൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. സോ അത് കാരണം ഗുഡ്വില്ലുള്ള ഇമ്പാക്ട് എന്താന്ന് പറയാമോ? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗുഡ്വില്ലുള്ള ഇമ്പാക്ട് എന്തായിരിക്കും? അണ്ടർസ്റ്റേറ്റഡ് അല്ലെ. കൺസിഡറേഷൻ അവര് ലോവർ ചെയ്തതുകൊണ്ട് ഗുഡ്വിൽ വിൽ ഗെറ്റ് അണ്ടർസ്റ്റേറ്റഡ്. അപ്പോൾ അവരെടുത്തേക്കുന്ന വാല്യൂ എത്രയാണ്? ആസ് പെർ ദ ഡ്രാഫ്റ്റ്. ഡ്രാഫ്റ്റിനകത്തിലുള്ള ഗുഡ്വില്ലിന്റെ വാല്യൂ എത്രയാണ്? ഹൗ മച്ച് ഇറ്റ് ഈസ്? It is 36 million. So I'm rounding it off to 1000. So 36 million ആണ് ഇവിടെ
ഉള്ളത്. ഓക്കെ, ഷെയർ എക്സ്ചേഞ്ചിൽ ഒരു എറർ ഉണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഷെയർ എക്സ്ചേഞ്ച്. എത്രയാണ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്? How much is the adjustment, guys? .2%. 12,000 ആവില്ലേ? അപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് എത്രയാണ്? 1.2 വെച്ചിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അവര് 1 for every 2 shares, 1 for every 2 shares they equate. Out of എത്ര ഷെയർസ് ആണ്? 30,000 ഷെയർസ് ആണ് അവർ എക്വയർ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതിന് അവർ റെക്കോർഡ് ചെയ്ത വാല്യൂ എത്രയേ ഉള്ളൂ? How much they have recorded? അവർ റെക്കോർഡ് ചെയ്ത വാല്യൂ നോമിനൽ വാല്യൂ ആണ്, which is 1. അല്ലെ? ശരിക്കും എത്ര വാല്യൂ വരണ്ടേ? 1.2. യെസ്, ശരിക്കുള്ള വാല്യൂ എത്രയാണ് വരേണ്ടത്? 1/2 into 30,000. ഷെയർ വാല്യൂ എത്രയാണ് വരേണ്ടത്? 1.2 ആണ് വരേണ്ടത്, അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എത്ര മക്കളാണ് വരുന്നത്? ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 3,000. അപ്പൊ നമ്മൾ ഡ്രാഫ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇത് ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സോ അഡ്ജസ്റ്റ്മെന്റ് നമ്പർ 1 ഞാൻ എന്തായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കുന്നത്? ബേസിക്കലി ഐ വിൽ ഇൻക്രീസ് മൈ ഗുഡ് വിൽ ബൈ 3,000. നമ്മുടെ പ്രീ ഡ്രാഫ്റ്റിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ ഗുഡ് വില്ലിന്റെ കോളത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഈ 3,000 ആയിരിക്കണം. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ വേർഡിൽ അല്ലാതെ കൊടുക്കും. പ്രീ ഡ്രാഫ്റ്റിൽ നമുക്ക് വരുന്ന പ്രീ പോപ്പുലേറ്റഡ് എഫ്എസിൽ വരുന്ന ചേഞ്ച് ഇതായിരിക്കും. ഓക്കെ ആണോ? ഈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാവരും ക്ലിയർ ആണോ? വളരെ ഈസി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു മേ ബി നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കൺസൾട്ടേഷൻ ചെയ്തതിനകത്തിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എപ്പോഴും സംതിങ് ന്യൂ ക്യാൻ പോപ്പ് അപ്പ് ടു യുവർ എക്സാം. ഈവൻ മറ്റന്നാൾ എക്സാം എഴുതുന്ന സമയത്തും ഈവൻ ഫോർ ദ എക്സാം ഡേറ്റ് യു ക്യാൻ എക്സ്പെക്ട് സം മൈന്യൂട്ട് ചേഞ്ചസ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൽ നിന്ന് അഡീഷണൽ ആയിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് വരും. ബട്ട് ബി വെരി സ്ട്രോങ് ഓൺ യുവർ ബേസ്. പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. കാരണം ഇങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫ്രം മൈ നോളജ് പാസ് പേപ്പേഴ്സിൽ ഇതുവരെ ഒരു ക്വസ്റ്റ്യൻസിനകത്തിലും വന്നിട്ടില്ല. ഷെയർ എക്സ്ചേഞ്ചിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക്. അപ്പൊ എപ്പോഴും നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും, പക്ഷെ ചിലപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വരാം. അപ്പോ there is a high chance that even എക്സാമിനൊന്നും അറിയാൻ നമ്മൾ ഇത് മിസ്സായി പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഇതിന്റെ അക്കൗണ്ടിങ് എൻട്രി നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? അഡ്ജസ്റ്റ്മെന്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. Are they asking us to write any accounting entries here? അക്കൗണ്ടിങ് എൻട്രി അഡീഷണൽ എഴുതുന്നവർക്ക് എഴുതാം, പക്ഷെ അല്ലാതെ റിക്വയർമെന്റ് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് ക്ലിയർ അല്ലേ? ഹലോ, ആ പറഞ്ഞോ. ഇതില് 1/2 തന്നെ ആവും ആ റേഷ്യോ വരിക? അതെ, ഓക്കെ. കാരണം ഷെയർ എക്സ്ചേഞ്ച് 1 for every 2 shares എന്നല്ലായിരുന്നോ? അപ്പൊ 1/2 into നമ്മൾ എക്വയർ ചെയ്തത് എത്രയാണ്? 30 million. പക്ഷെ അവർ റെക്കോർഡ് ചെയ്ത് അതിന്റെ വാല്യൂ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നോമിനൽ വാല്യൂലാണ്. പക്ഷെ വാല്യൂ എത്ര എപ്പോഴും നമ്മൾ ഇതിൽ വരണം? 1.2 വരണം. അപ്പോ ഓൾറെഡി അവര് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 15,000 റെക്കോർഡാണ്. നമ്മളപ്പോ അഡീഷണലി എത്ര കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി? 3,000 കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. സപ്പോസ് ഇതിന്റെ ജേണൽ എൻട്രി പറയുകയാണെങ്കിൽ അപ്പൊ എന്താ? ഗുഡ് വിൽ കൂടുവാണ്. സോ ഡെബിറ്റ് ഗുഡ് വിൽ എത്ര വരും? 3,000. ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ അല്ല, ഷെയർ പ്രീമിയം. ഷെയർ ക്യാപിറ്റലും എക്സ്ട്രാ എമൗണ്ട് അല്ലേ? അപ്പൊ എക്സ്ട്രാ വരുന്നത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഷെയർ പ്രീമിയം. പ്രീമിയത്തിലോട്ടായിരിക്കും. കാരണം നോമിനൽ വാല്യൂ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ സംതിങ് എക്സ്ട്രാ വിൽ ഗോ ടു പ്രീമിയം അല്ലെ? അത് ശ്രദ്ധിക്കാം. ഷെയർ ക്യാപിറ്റലിലോട്ട് നോമിനൽ എമൗണ്ട് പോയിട്ടുണ്ട്, ബിക്കോസ് ദേ ഹാവ് റെക്കോർഡഡ് അറ്റ് നോമിനൽ. അപ്പോ നമ്മൾ എന്ത് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി? എക്സ്ട്രാ വന്ന 0.2 അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ മതി. അതപ്പോ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഷെയർ പ്രീമിയത്തിലോട്ടായിരിക്കും പോകുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ?
Okay, sir. ഓക്കെ. ഇനിയും അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്താന്ന് നോക്കിയേ. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്തായിരിക്കും? ലേഡിയം ഇൻകേർഡ് ഡ്യൂ ഡിലിജൻസ് കോസ്റ്റ് ഓഫ് 700,000 വിത്ത് അക്വയറിംഗ് ഹെനോപ്സ്. അപ്പോ ഇതെന്താണ്? ഒരു അക്വസിഷൻ കോസ്റ്റ് ആണ്. ദിസ് ഇസ് ആൻ അക്വസിഷൻ കോസ്റ്റ്. അക്വസിഷൻ കോസ്റ്റിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുള്ളത്? അക്വസിഷൻ കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷന്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്യുവോ ഓർ വിൽ യു എക്സ്പെൻസ് ഇറ്റ് ഔട്ട്? ഹൗ വിൽ യു അക്കൗണ്ട് ഇറ്റ്? ക്യാപിറ്റലൈസ്. ക്യാപിറ്റലൈസ് ചെയ്യും. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? ഇപ്പൊ ലാസ്റ്റ് ഡേ നമ്മുടെ ഓൺലൈൻ്റെ ഗ്രൂപ്പിലാണെങ്കിലും ഇങ്ങനെ ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരവും ഞാൻ അതിന്റെ ഒരു ആർട്ടിക്കിൾ ഷെയർ ചെയ്ത. Okay, so always remember that any cost which is directly incurred with respect to acquisition, ഇങ്ങനത്തെ additional acquisition cost എല്ലാം even though direct cost ആണെങ്കിലും ലീഗൽ ഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പെൻസ് ആക്കി കാണിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോ മക്കളെ? Is it clear everyone? അപ്പൊ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്തായിരിക്കും? ഈ ഒരു സാധനം അവർ ക്യാപിറ്റലൈസ് ചെയ്തു along with their investment value. അപ്പൊ അതിന്റെ ഇമ്പാക്ട് ഓൺ ഗുഡ് വിൽ എന്തെങ്കിലും വരുമോ? Will it have any impact on goodwill? ഇമ്പാക്ട് വരും. കാരണം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ 700,000. അതാണ് ഈ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടെ ഇവർ ഈ 700,000 കാണിച്ചിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇമ്പാക്ട് നമ്മുടെ ഗുഡ് വില്ലും വരും, അല്ലെ? സോ അവർ ഗുഡ് വിൽ ഇൻക്രീസ്. ഈ ബൈ 700,000 ഗുഡ് വിൽ വുഡ് ഹാവ് ഇൻക്രീസ്ഡ്, അല്ലെ? പക്ഷെ ശരിക്കും ഗുഡ് വില്ലിന്റെ ആ എമൗണ്ടിനെ ഇമ്പാക്ട് ചെയ്യാൻ പാടില്ലാത്തൊരു എമൗണ്ട് ആണിത്. അപ്പൊ ഇതിന്റെ എൻട്രി എന്തായിരിക്കും? അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എന്താ വരുന്നത്? ഗുഡ് വില്ലിൽ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്തായിരിക്കും വരുന്നത്? നോട്ട് നമ്പർ 2 അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് നമ്പർ 2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ റെഡ്യൂസ്. ഈ 700,000 നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ് വില്ലിൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, കാരണം എന്താ? വി നോ ദാറ്റ് any sort of direct cost with respect to acquisition ആണെങ്കിൽ acquisition കോസ്റ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് ഔട്ട് ചെയ്യുവാണ് ചെയ്യേണ്ടത്. സോ അതിന്റെ എൻട്രി എന്താ? ദിസ് വിൽ ഗോ ടു P&L as an expense. എത്രയാണ്? 700. ക്രെഡിറ്റ് എന്തിലോട്ട് പോകും? ക്രെഡിറ്റ് എന്തിലോട്ട് പോകും? ഗുഡ്വിൽ. ഇവിടെ ഇതുപോലെ ക്യാപിറ്റലൈസ് ചെയ്തെന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷന്റെ കൂടെ ആഡ് ചെയ്തെന്നാണോ? അതെ. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് P&L കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഗുഡ് വിൽ ഉള്ള ഇമ്പാക്ട് എന്താണ്? ഗുഡ് വിൽ കുറയും. ആക്ച്വലി ഇവര് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഓൾറെഡി ദാറ്റ് വെയർ ക്യാപിറ്റലൈസ്ഡ് എന്നാണ്. അപ്പൊ അതൊരു മിസ്റ്റേക്ക് ആണ് ഇവിടുത്തെ. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ചെയ്യുക. സോ നമ്മളത് കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? ഗുഡ് വിൽ എമൗണ്ട് ഷുഡ് റെഡ്യൂസ്. ഓക്കെ ആണോ? നെക്സ്റ്റ് എന്താ? The directors of Ladium use book value of net assets when computing goodwills arising on the acquisition of henops. അപ്പൊ നെറ്റ് അസറ്റ്സിലോട്ട് വരുന്ന സമയത്ത് അവർ ബുക്ക് വാല്യൂലാണ് കാണിച്ചിരിക്കുന്നത്. ബട്ട് വി നോ ദാറ്റ് നെറ്റ് അസറ്റ് ഷുഡ് ബി മെഷേർഡ് അറ്റ് ഫെയർ വാല്യൂ. സോ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. സോ ഇതൊക്കെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും വരുന്ന ക്ലീഷേ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഈ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്, അല്ലെ? We have seen this for every question of goodwill. So അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. So now the PP which had a book value of 6 million have a fair value of 7 million. So literally എത്ര അഡ്ജസ്റ്റ്മെന്റ് വരുന്നത് ഇവിടെ? 1 million. Literally there is an adjustment of 1 million. അപ്പോൾ 1 million അഡ്ജസ്റ്റ്മെന്റ് എവിടെ വരണം? നമ്മുടെ നെറ്റ് അസറ്റ്സിൽ വരണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, if net assets is increasing by 1 million, what will be the impact on goodwill? goodwill കുറയും. Yes, net assets കൂടുമ്പോൾ എന്താണ് എൻട്രി? നെറ്റ് അസറ്റ്സ് കൂടുവാണ്. സോ ഡെബിറ്റ് PPE 1 million. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഗുഡ്വില് കുറയും, അല്ലെ? സോ അഗെയിൻ ഈ നെറ്റ് അസറ്റ്സിന്റെ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ഗുഡ്വില്ലിനെ കുറയ്ക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. By 1 million, goodwill will reduce.
ഓക്കെ ആണോ മക്കളെ? അപ്പൊ ഇത് ഇപ്പൊ ഞാൻ അക്കൗണ്ടിങ് എൻട്രി എഴുതി പോകുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആക്ച്വലി എക്സാമിന് ഈ ഓരോ പോയിന്റ്സും എന്ത് ചെയ്താൽ പോകണം, എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. അതിന്റെ ആൻസർ ഞാൻ കാണിക്കാം, എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. സോ അതിലോട്ട് വരുന്നതിന് മുമ്പ് ഈ ഒരു പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്താ നോക്കിയേ. ദ ഇൻവെന്ററി വിത്ത് എ ബുക്ക് വാല്യൂ ഓഫ് 2 million ആൻഡ് ഫെയർ വാല്യൂ ഓഫ് 2.2 million. But this inventories has been sold by Henops during the year ended 31st December 2006. അപ്പോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അറ്റ് അക്വിസിഷൻ ഡേറ്റ് there is a fair value adjustment of 2 million but 0.2 million, കാരണം 2 million 2.2 ആണ്. പക്ഷെ ഈ ഇൻവെന്ററി ബൈ ഡിസംബർ 2006 അതാണ് നമ്മുടെ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്ക് ഇത് സെല്ല് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഇമ്പാക്ട് ഓഫ് നെറ്റ് അസെറ്റ്സ് വരുന്ന സമയത്ത് എന്ത് വരാം, ദാറ്റ് വിൽ റെഡ്യൂസ് യുവർ നെറ്റ് അസെറ്റ്സ്. കാരണം അറ്റ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് 0.2 million അറ്റ് അക്വിസിഷൻ ഡേറ്റ് കാണും, പക്ഷെ അറ്റ് റിപ്പോർട്ടിംഗ് ഡേറ്റ് ഇത് കാണത്തില്ല. കാരണം എന്താ? കാരണം ഇൻവെന്ററി സെല്ല് ചെയ്തു. അപ്പൊ മൂവ്മെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അറ്റ് റിപ്പോർട്ടിംഗ് ഡേറ്റ് ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രീ പോപ്പുലേറ്റ് എഫേഴ്സിനകത്തിൽ ഒരിക്കലും ഇൻവെന്ററിയുടെ സൈഡിൽ റിപ്പോർട്ടിംഗ് ഡേറ്റിൽ എന്ത് കൊടുക്കാൻ പാടില്ല, ഈ 2 million അഡ്ജസ്റ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. കാരണം ഒന്നെങ്കിൽ ആഡ് ചെയ്യുക, എന്നിട്ട് ഡിഡക്ട് ചെയ്ത് കാണിക്കുക. പറഞ്ഞോ, 0 ആയിട്ട് കാണിക്കണം, മൊത്തം 0 ആയിട്ട് കാണിക്കണമെന്നല്ല, ബെറ്റർ അത് അഡ്ജസ്റ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ പോപ്പുലേറ്റ് എഫേഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് നമ്പർ ഒരു നോട്ടിൽ അത് ആഡ് ചെയ്തിട്ട് അടുത്ത നോട്ടിൽ അത് ഡിഡക്ട് ചെയ്ത് കാണിക്കുക. മനസ്സിലായോ? ഇപ്പൊ നെറ്റ് അസെറ്റ്സിന്റെ ഈ നോട്ടിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ലെറ്റ്സ് സേ ഇൻവെന്ററിയുടെ ഈ നോട്ടിൽ ഞാൻ ആഡ് ചെയ്തു. സോ അലോങ് വിത്ത് 1000 there is other 200,000 അല്ലെ. അപ്പൊ ഞാൻ -1,200 കാണിക്കും. അപ്പൊ എന്നിട്ട് അടുത്ത അഡ്ജസ്റ്റ്മെന്റിൽ ഞാൻ എന്ത് ചെയ്യും, ഇതിന്റെ ഡിഡക്ഷൻ കാണിക്കാൻ പറ്റും എനിക്ക്. ഇവിടെ അല്ല, ഇൻവെന്ററിയിൽ കാണിച്ചാൽ മതി. ഇതിപ്പോ ഞാൻ ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് ചെയ്യുന്നത്. ഇൻവെന്ററിയുടെ നേരെ എന്ത് ചെയ്യുക, ഇത് ഡിഡക്ട് ചെയ്ത് കാണിക്കുക. ക്ലിയർ? അപ്പൊ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തു വിത്ത് റെസ്പെക്ട് ടു PPE ആൻഡ് ഇൻവെന്ററി. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ മക്കളെ? ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് രണ്ടെണ്ണം ക്ലിയർ ആണോ? ഓക്കെ, നൗ there is a contingent liability of 160,000 and the contingency has been resolved post the acquisition date. Acquisition date ന് ശേഷം ഈ contingency റിസോൾവ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. So how will you account for this 160,000? അത് എടുക്കണോ വേണ്ടയോ? Do we need to consider it or not? Yes, consider it. ചെയ്യണം. പക്ഷെ കണ്ടിജൻസി റിസോൾവ് ചെയ്തു എന്നല്ലേ പറഞ്ഞേ? കണ്ടിജൻസി ഹാസ് ബീൻ റിസോൾവ്ഡ്. അപ്പൊ അത് എടുക്കണോ വേണ്ടയോ? ഇയർ എൻഡിലല്ലേ റിസോൾവ് ആയത്? നമ്മൾ അക്വിസിഷന്റെ വെരി ഗുഡ്. അപ്പൊ നമ്മൾ അക്വിസിഷൻ ഡേറ്റിൽ എന്തുണ്ട്, ആ കണ്ടിജൻസി ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അറ്റ് അക്വിസിഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ അല്ലെ. സോ അപ്പോ എന്താ അഡ്ജസ്റ്റ്മെന്റ്? സോ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് 200,000 കൂട്ടുകയായിരുന്നു. ദാറ്റ് വിൽ റെഡ്യൂസ് ഗുഡ്വിൽ by 200,000. ബട്ട് കണ്ടിജന്റ് ലയബിലിറ്റിയിലോട്ട് വരുമ്പോൾ അറ്റ് അക്വിസിഷൻ ഡേറ്റ് എന്താ, ഗുഡ്വില്ലിനെ അത് ഇൻക്രീസ് ചെയ്യും ബൈ 160,000. കാരണം നെറ്റ് അസെറ്റ്സ് കുറയുവാണല്ലോ. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നെറ്റ് അസെറ്റ്സിനെ കുറയ്ക്കുന്ന റേറ്റുമാണ്. സോ ക്രെഡിറ്റ് എന്തിലോട്ട് പോകും? ക്രെഡിറ്റ് എന്തിലോട്ട് പോകും മക്കളെ? കണ്ടിജന്റ് ലയബിലിറ്റി. കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുവാണ്. അപ്പൊ ലയബിലിറ്റി ആകുമ്പോൾ അത് ക്രെഡിറ്റ് ആണ്. സോ ഓട്ടോമാറ്റിക്കലി അത് ഗുഡ്വില്ലിനെ ഇൻക്രീസ് ചെയ്യും. സോ ഇവിടെ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്താ? Along with that I am going to add 160 and add it. Okay ആണോ? All of you are clear with these adjustments? അപ്പൊ ഈ മൂന്ന് കണ്ടിൻജന്റ് ലയബിലിറ്റി എപ്പോഴും നമ്മള് ഇതിൽ കാണിക്കുന്നില്ല, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നവരായിരിക്കും. എവിടെ? ഇൻഡിവിജ്വൽ എഫ്എസിൽ അല്ലെ. പക്ഷെ കൺസൾട്ടേഷൻ പർപ്പസ് ആസ് പെർ IFRS 3 വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിജന്റ് ലയബിലിറ്റിയും അതേപോലെ ഇന്റർണലി ജനറേറ്റഡ് അസെറ്റ്സ് ബുക്സിൽ കൺസിഡർ ചെയ്യണമെന്നല്ലേ നമ്മൾ പഠിച്ചേ? ഓക്കെ, സോ നോട്ട് ചെയ്യട്ടോ. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എവിടെ? ഇൻഡിവിജ്വൽ എഫേഴ്സിൽ വരുമ്പോൾ ഡിസ്ക്ലോസ് തന്നെ ചെയ്യേണ്ടി വരും. പക്ഷെ കൺസൾട്ടേഷൻ പർപ്പസിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുക?
we have to adjust it. Consider ചെയ്തേ പറ്റൂ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഗുഡ്വില്ലിന് മാത്രം അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഗുഡ്വില്ലിന്റെ കേസിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക. യു ഡോണ്ട് നീഡ് ടു അഡ്ജസ്റ്റ് ഇറ്റ് കംപ്ലീറ്റ്ലി. ഓക്കെ ആണോ? അപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇനി? The directors have measured NC at fair value and draft consolidated and no equation is measured and the equation was measured correctly. Goodwill is not impaired. അപ്പൊ ഇത്രയല്ലേ ഉള്ള അഡ്ജസ്റ്റ്മെന്റ്? ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയേ എല്ലാരും. those who have done the mock, ഇത് എത്രയും കറക്റ്റ് ആയിട്ടാണോ അഡ്ജസ്റ്റ് ചെയ്തേ? എന്തെങ്കിലും കൺഫ്യൂസിംഗ് ആയിട്ട് ഉണ്ടായിരുന്നോ? മോക്ക് ചെയ്യാത്തവർക്ക് പിന്നെ ഇത് എന്തായാലും കംപ്ലീറ്റ്ലി പുതിയൊരു കാര്യമായിരിക്കും. ചെയ്തവര് ഇതുവരെ നമ്മൾ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ ചെയ്തേ? എന്നാ മോനെ NCI കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? NCIന്റെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ലാസ്റ്റ് ഫെയർ വാല്യൂ ലാസ്റ്റ് ഐ മീൻ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് ചെയ്തത്? ഫസ്റ്റ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് എങ്ങനെ ചെയ്തു അതേ വാല്യൂനെ എടുക്കേണ്ടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഫെയർ വാല്യൂ ഓഫ് NCIയുടെ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തേക്കുന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ. NCIക്ക് വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഒരു സമ്മറി ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ എന്തൊക്കെ വരും? ഒരു അഡ്ജസ്റ്റ്മെന്റ് സമ്മറി എടുത്ത് നോക്കുവാണെങ്കിൽ എന്തൊക്കെയാ സമ്മറി വരുന്നത്? ഗുഡ്വിൽ ആസ് പെർ ക്വസ്റ്റ്യൻ എത്രയാണ് മക്കളെ? എത്രയായിരുന്നു? 36,000 ആയിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത എന്താ? പ്രീമിയം. പ്രീമിയം നമ്മൾ റെക്കോർഡ് ചെയ്തു. അത് എത്രയാണ് വാല്യൂ? 3,000. ഗുഡ്വില്ലിനെ കുറച്ചു. അത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? നമ്മുടെ SOFPയിൽ അതിന്റെ ഇമ്പാക്ട് എവിടെ ആയിരിക്കും? അതർ കമ്പണൻസ് ഓഫ് ഇക്വിറ്റി, ഷെയർ പ്രീമിയത്തില് വരും. അതോടെ നോട്ട് ചെയ്ത് പോകട്ടോ. നെക്സ്റ്റ് ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്തായിരുന്നു? റൈറ്റ് ഓഫ് ഡ്യൂ ഡിലിജൻസ് കോസ്റ്റ്. മറ്റേ നമ്മൾ ഡ്യൂ ഡിലിജൻസിന്റെ ഒരു കോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ റൈറ്റ് ഓഫ് ചെയ്യും. അപ്പൊ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഗുഡ്വിൽ കൂടുവോ കുറയോ? ഗുഡ്വിൽ റെഡ്യൂസ്. അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? SOFPയിലുള്ള ഇമ്പാക്ട് എന്താ? അതിന്റെ SOFPയിലുള്ള ഇമ്പാക്ട് എന്താണ്? വാട്ട്സ് ദി ഇമ്പാക്ട് ഓൺ SOFP? ഗുഡ്വിൽ കുറയും. ഗുഡ്വിൽ കുറയും. ഗുഡ്വിൽ കുറയും. അതേപോലെ തന്നെ റീറ്റെയിൻ ഏർണിങ്സ് സബ്സിഡിന്റെയോ അല്ല, ഗ്രൂപ്പ് പേരന്റിനല്ലേ ആ ഒരു കോസ്റ്റ് ഇൻകർ ആയത്? പേരന്റിന്റെ അക്വസിഷൻ കോസ്റ്റ് അല്ലേ അത്? അപ്പൊ പേരന്റ് അത് ക്യാപിറ്റലൈസ് ചെയ്തു. പകരം പേരന്റ് അത് എന്ത് ചെയ്യണം? എക്സ്പെൻസ് ഔട്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞേ. അപ്പൊ അത് ഗ്രൂപ്പിന്റെ റീറ്റെയിൻ ഏർണിങ്സിനെ ആയിരിക്കും അഫക്ട് ചെയ്യുന്നത്. ദാറ്റ് വിൽ നോട്ട് ഇമ്പാക്ട് NCI. ഇറ്റ് വിൽ അഫക്ട് ദ റീറ്റെയിൻ ഏർണിങ്സ് ഓഫ് ഗ്രൂപ്പ്. NCIന്റെ അഫക്ട് ചെയ്യത്തില്ല. ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ് എന്തായിരുന്നു? വേറെ എന്താ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ? ഫെയർ വാല്യൂ PP എത്രയായിരുന്നു? 1 million. That will reduce goodwill again. So അതിന് ഇമ്പാക്ട് എവിടെയൊക്കെ വരും? ഒബ്വിയസ്ലി ഗുഡ്വില്ലിൽ വരും. പിന്നെ PP-ലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. SOFPയിൽ PP-ലോട് നമ്മൾ ആഡ് ചെയ്യും. പിന്നെ അടുത്ത ഡിപ്രീസിയേഷൻ റീറ്റെയിൻ ഏർണിങ്സ് അത് പോസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററിയോ? ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററിയുടെ എന്തായിരുന്നു? -200 അല്ലേ? സോ അത് ഗുഡ്വില്ലിനെ ഇമ്പാക്ട് ചെയ്യും, നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. അതുകൂടാതെ ഇൻവെന്ററിയിലും റീറ്റെയിനിങ്സിലും അഡ്ജസ്റ്റ് ആവും. അഡ്ജസ്റ്റ്മെന്റ്സ് NCIനെ അഫക്റ്റ് ആവും.
കാരണം ആ ഒരു സെല്ല് ചെയ്യുന്ന സമയത്ത് സബ്സിഡിയറി സെല്ല് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്ട് റീറ്റൈനിങ്സിലും വരും എൻസിയിലും വരും. നെക്സ്റ്റ് വൺ, ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററി. പിന്നെന്താ വേറെ എന്താ? ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ലയബിലിറ്റി ഉണ്ടായിരുന്നു. എത്രയാണ് ലയബിലിറ്റി? 160. ദാറ്റ് വിൽ ഇൻക്രീസ് ഗുഡ് വിൽ. സോ ഓട്ടോമാറ്റിക്കലി അത് ഗുഡ് വില്ലിനെ അഫക്ട് ചെയ്യും. Then it will affect retainings and NCA as well. Then finally, എത്ര ആയിരിക്കും അപ്പൊ നമ്മുടെ നെറ്റ് ഗുഡ് വില് വരുന്നത്? How much is the net goodwill, guys? Revised goodwill എത്ര വരുന്നത്? 37260. 3720. Is it clear? Okay, now clear. So just go through it. നിങ്ങൾ ചെയ്ത ആ ഒരു കാൽക്കുലേഷൻ ആയിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോ. നിങ്ങളെടാ എന്തായി? So this is how we'll explain it. And our explanation on Noiko. So first we have to explain about the investments. അപ്പൊ ആ ഒരു കോസ്റ്റ് എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, ആ ഷെയർ പ്രീമിയത്തിൽ അത് എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളത്, പിന്നെ ഡ്യൂ ഡിലിജൻസിന്റെ ആ പാർട്ട് ഒന്ന് നോക്കിയോ. So the investment when acquiring subsidy should have been accorded at the fair value. Then the Ladium Group has already calculated goodwill, so the investment Henops has been, therefore in the group conducts an adjustment to goodwill. So Ladium issues shares to acquire control of Henops. The purchase consideration should be measured at its fair value at 1.2 million per share. Nominal value 1 ആണ്. Premium has not been recorded. അപ്പോൾ എത്രയാണ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്? 0.2 into 1/2 into 30. So it will be 3 million. അപ്പൊ ഇങ്ങനത്തെ വൺ ലൈൻ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നിങ്ങളുടെ ഇവിടെ പറഞ്ഞാൽ മതി, വേറ്റ് പ്രൊസസർ തന്നെ പറഞ്ഞാൽ മതി. ക്ലിയർ ആണോ? അപ്പോ സപ്പോസ് ഇപ്പൊ നമുക്ക് നോർമലി ഡിഫിക്കൽട്ടി വരുന്നത് എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ മേ ബി നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് എഴുതാൻ വീണ്ടും അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുതുന്ന പോയിന്റ് തന്നെ ബേസിക്കലി ഒരു പാരഗ്രാഫ് ആക്കണമെന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. നിങ്ങൾ എഴുതുന്ന പോയിന്റ് എന്താക്കുക? റൈറ്റ് ഇറ്റ് ആസ് എ പാരഗ്രാഫ്. ഒരു 1 or 2 ലൈൻസിൽ ഒരു മിനി പാരഗ്രാഫ് പോലെ ആക്കുക. സപ്പോസ് നിങ്ങൾക്ക് എഴുതാനാണ് മടിയെങ്കിൽ. ബട്ട് വി ഷുഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. നമ്മൾ എഴുതുന്ന ഒരു പോയിന്റ് ബൈ പോയിന്റ് രീതി മാറ്റി ആ പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക, അത്രയും മതി. ഓക്കെ ആണോ? Then additional premium increases the investments subsidiaries parent account and therefore goodwill in the group accounts. The additional premium will also increase the other components of equity under share premium കൂടെ മെൻഷൻ ചെയ്യാം.
അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ ഈ ഒരു ലൈവിൽ നമ്മൾ പറയുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്ത അതേ കാര്യങ്ങൾ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ദ എക്സാമിനർ ആസ് വെൽ. നിങ്ങളുടെ മൈൻഡിലുള്ള ഓരോ പോയിന്റ്സും എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുക എക്സാമിനറിന്. ഓക്കെ ആണോ? Now, the due diligence cost of 700,000 on acquiring HENOPS are not a part of consideration given to acquire the shares. This cost should not have been capitalized, but instead a write-off here. So this means that the investment in subsidiary was overstated by 700,000. So is the goodwill. So the expense was not charged. Thus retainings are overstated. അപ്പോൾ retainings adjustment വരും, അതേപോലെ തന്നെ goodwill adjustment വരും. So അതിന്റെ impact on SOFP നമ്മൾ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ്സിൽ നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് രണ്ട് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തതിന്റെ എക്സ്പ്ലനേഷൻ പാർട്ട്. ക്ലിയർ ആണോ? Have you noted it down? Later ഞാൻ അത് ഷെയർ ചെയ്യാം ഗ്രൂപ്പിലോട്ട്. ക്ലിയർ ആണോ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്? ഓക്കെ ആണല്ലോ? സോ നെക്സ്റ്റ് അടുത്ത എന്തിന്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു? ബേസിക്കലി ആ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇൻവെന്ററിയിൽ എന്താ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്? ഇൻവെന്ററിയുടെയും PPന്റെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. സോ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് എന്താ? ദ നെറ്റ് അസറ്റ്സ് ഓഫ് HENOPS should be recognized at the fair value of acquisition, not the book value. അപ്പൊ അത് നമ്മൾ ആദ്യം നോളജ് പാർട്ട് പറഞ്ഞു. The principle also applies to contingent liabilities which should have been recognized at the fair value despite not being recognized in the separate financial statement. അപ്പൊ ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യാറില്ല, കൺജന്റ് ലയബിലിറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാറില്ല. പക്ഷെ അതുകൊണ്ട് കൺസോളിഡേഷൻ പർപ്പസ് വരുമ്പോൾ അതല്ല റൂൾ. ആസ് പെർ IFRS 3 the contingent liability should be recognized at fair value എന്നുള്ളത് മെൻഷൻ ചെയ്യാം. സോ അറ്റ് ദ അക്വസിഷൻ ഡേറ്റ് നമ്മൾ ചെയ്ത അഡ്ജസ്റ്റ്മെന്റ്സ് ഇതൊക്കെയാണ്. എന്തൊക്കെയാ? PPന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു 700,000 മൈനസ് 6,000, 1000ന്റെ അഡ്ജസ്റ്റ്മെന്റ്. ഇൻവെന്ററിയിൽ വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് 200, ലയബിലിറ്റി ബൈ 160. സോ നെറ്റ് അഡ്ജസ്റ്റ്മെന്റ് എത്ര വരുന്നത്? നെറ്റ് revised adjustment should be 1040. So the net increase in net assets at acquisition by 1.04 million will decrease the balance figure of goodwill arising. So automatically net assets കൂടുന്ന സമയത്ത് അവിടെ goodwill എന്ത് പറ്റും? Goodwill will get understated. Okay ആണോ? So explanation clear ആണോ? Then what about PP? PPയിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്താ? ആ 1 million ഇൻക്രീസ് വന്നതിന് ശേഷം പോസ്റ്റ് അക്വിസിഷൻ പീരീഡിൽ എന്ത് വരാം? There will be a adjustment for depreciation as well. So the fair value of PPE will increase PPE, but PPE has a 10-year life. Okay, so the HENOPS is holding 75% of our subsidiary. So additional ഒരു depreciation വരും. എത്രയാണ് depreciation വരുന്നത്? 1 million divided by 10 years. അല്ലേ? കാരണം if you look at the question, they said that basically എത്രയാണ് അഡ്ജസ്റ്റ്മെന്റ്? PPന്റെ അഡ്ജസ്റ്റ്മെന്റ് എത്രയായിരുന്നു? 6 million നിന്ന് PPയുടെ വാല്യൂ എത്രയായി എന്നാ പറഞ്ഞേ? 6 million നിന്ന് PPന്റെ വാല്യൂ എത്രയാണെന്നാ പറഞ്ഞേ? 7 million ആയി. And this remaining life was 10 years. Remaining life 10 years ആയിരുന്നു. അപ്പോ 1 million divided by 10. So that excess depreciation വരും. അല്ലേ? So ആ excess depreciation ഇമ്പാക്ടിന്റെ 75% ആർക്ക് പോവും? പേരന്റിനും 25% ആർക്ക് പോവും? NCAക്കും പോവും. So അതിനെപ്പറ്റി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. So that's what the explanation which is given here. So the additional depreciation reduces PPE and P&L expense reducing subsidiaries post acquisition profit. So the depreciation adjustments therefore reduces the group retained earnings by 75,000 and NCA by 25,000. അങ്ങനെ ഹെഡിങ് കൊടുക്കണോ എഴുതുന്ന സമയത്ത്? ഓരോ നിങ്ങൾ ചെയ്യുന്ന ഓരോ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തിന്റെയാണോ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ എഴുതുന്നത് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് കൊടുക്കണം. ഇപ്പൊ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ആണെങ്കിലും ഓരോന്നിനും ഹെഡിങ് കൊടുത്തു പോകണം. ഓക്കെ ആണോ? Is it clear everyone?
സോ ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ആണ്. സോ ഇൻവെന്ററിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എന്താ നോക്കിയേ. സോ ഇൻവെന്ററി ഹാസ് ബീൻ അഡ്ജസ്റ്റഡ്, ബട്ട് നെറ്റ് എഫക്റ്റിൽ കറണ്ട് അസറ്റ്സിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വരുന്നില്ല. കാരണം എന്താ ഞാൻ പറഞ്ഞായിരുന്നു, കാരണം ഇൻവെന്ററിയുടെ ആ ഇൻക്രീസ് അറ്റ് ദ അക്വേഷൻ ഡേറ്റ് ഈസ് ഗെറ്റിംഗ് 0. ആ മൂവ്മെന്റ് 0 ആവും റിപ്പോർട്ടിംഗ് ഡേറ്റ് ആവുമ്പോഴത്തേക്കും. ഓക്കെ, കാരണം എന്താ, ആ ഇൻവെന്ററി സെല് ചെയ്തു അല്ലെ. സോ വെൻ ഇറ്റ് വാസ് സോൾഡ് ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് സെയിൽസ്. സോ ദ പ്രോഫിറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ ലോവസ്റ്റ് കോസ്റ്റ് ഫിഗർ, നോട്ട് ദ ഫെയർ വാല്യൂ, so which was 200 higher. So thus the post acquisition profit has been overstated. So this reduces group retainings by 150,000 and NCA also by 50,000. Is it clear? എനിക്കൊന്ന് റീറ്റെയിനിങ്സിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് മിക്കവാറും കൺഫ്യൂഷൻ വരുന്നത്. സോ അതെപ്പോഴും ആ മനസ്സിലാക്കുക, പോസ്റ്റ് അക്വസിഷന് ശേഷം വരുന്ന മൂവ്മെന്റ് ആണ് റീറ്റെയിനിങ്സിന് ഇമ്പാക്ട് ചെയ്യുന്നത്. നമ്മൾ നോർമലി FR ചെയ്യുമ്പോൾ അത് അറ്റ് അക്വസിഷൻ, അറ്റ് റിപ്പോർട്ടിംഗ്, പിന്നെ പോസ്റ്റ് എന്ന് പറഞ്ഞ 3 കോളമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ പോസ്റ്റിലുള്ള മൂവ്മെന്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. ബട്ട് നമ്മൾക്കൊരു ഫുൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഇവിടെ ആവശ്യമില്ല. ബേസിക്കലി ടു ദ പോയിന്റ് തന്നേക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സിന് മാത്രം ഇമ്പാക്ട് അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് അറ്റ് അക്വസിഷൻ ഡേറ്റിൽ നിന്ന് റിപ്പോർട്ടിംഗ് ഡേറ്റിലേക്ക് പോകുമ്പോൾ വരുന്ന ഒരു മൂവ്മെന്റ്, അതിന്റെ ഇമ്പാക്ട് എന്തായാലും ഇവിടെ വരും, റീറ്റെയിനിങ്സ് വരുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ മൂവ്മെന്റ് മോസ്റ്റ്ലി പേരന്റിനെയും NCA-നെയും അഫക്ട് ചെയ്യുന്ന മൂവ്മെന്റ് ആയിരിക്കും. നമ്മൾ FR ഒക്കെ ചെയ്യുന്ന സമയത്ത് ടോട്ടലി ആ പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിനിങ്സ് എന്ന് പറഞ്ഞ ആ വാല്യൂ ആണ് സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഓരോ അഡ്ജസ്റ്റ്മെന്റ്സിന്റെയും എക്സ്പ്ലനേഷൻ കാണിച്ചു പോവാന്നുള്ളതാണ്. ഓരോ അഡ്ജസ്റ്റ്മെന്റ്സിന്റെയും ഇമ്പാക്ട് ഓൺ പേരന്റ് ആൻഡ് NCA പറഞ്ഞു പോവാം. ഓക്കെ ആണോ? നൗ കണ്ടിജന്റ് ലയബിലിറ്റിയുടെ കേസ് വരുവാണെങ്കിൽ 160 ഒരു കണ്ടിജന്റ് ലയബിലിറ്റി ഉണ്ടായിരുന്നു. ബട്ട് during the post acquisition period, what happened? During the post acquisition period, what happened? At acquisition നോക്കുവാണെങ്കിൽ contingent liability ഉണ്ട് അല്ലെ. How much is the contingent liability? 160. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു നെറ്റ് അസറ്റ്സിൽ. പക്ഷെ അറ്റ് റിപ്പോർട്ടിംഗ് വരുന്ന സമയത്തോ ആ contingent liability റിസോൾവ് ചെയ്തുകൊണ്ട് ഇതെന്തായി? 0 ആയി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ലയബിലിറ്റി ഇല്ലാതായി. റിപ്പോർട്ടിംഗ് ഡേറ്റ് ആയപ്പോൾ ലയബിലിറ്റി ഇല്ലാതായി. അപ്പൊ പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിനിങ്സിൽ വരുന്ന ഇമ്പാക്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ഇൻക്രീസ് ദ പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിനിങ്സ് അല്ലെ. നമ്മുടെ ലയബിലിറ്റി കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ റീറ്റെയിനിങ്സിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പൊ ഈ ഇൻക്രീസ് ആർക്കൊക്കെ പോകും? ഇതിന്റെ 75% ഇമ്പാക്ട് ആർക്ക് പോകും? പേരന്റിനും. ബാക്കി 25% ഇമ്പാക്ട് ആർക്ക് പോകും? NCA-ക്കും പോകും. Are you getting it? അപ്പൊ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ബിക്കോസ് ക്വസ്റ്റ്യനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നതാ, ഡ്യൂറിംഗ് ദ പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് ഈ പറയുന്ന കണ്ടിജന്റ് ലയബിലിറ്റിയുടെ ഇഷ്യൂ റിസോൾവ് ആയി എന്ന് പറയുന്നുണ്ട്. ഡ്യൂറിംഗ് ദ പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് ദ കണ്ടിജന്റ് ലയബിലിറ്റി ഹാസ് ബീൻ റിസോൾവ്ഡ് എന്ന് പറയുന്നില്ലേ? മനസ്സിലായി? അപ്പൊ അറ്റ് അക്വിസിഷൻ ഡേറ്റിൽ ഈ കണ്ടിജന്റ് ലയബിലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നെറ്റ് അസറ്റ്സിന്റെ കാൽക്കുലേഷനകത്ത് അറ്റ് അക്വിസിഷൻ ഡേറ്റിൽ ഇത് എടുത്തു. ഗുഡ് വില്ലിനെ അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ റിപ്പോർട്ടിംഗ് ഡേറ്റ് ആയപ്പോഴത്തേക്കും ആ കണ്ടിജൻസി എന്തായി? റിസോൾവ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ റിസോൾവ് ചെയ്യുമ്പോൾ എഫക്റ്റീവ്ലി നമ്മുടെ ലയബിലിറ്റി കുറയുമല്ലേ. അപ്പൊ ലയബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദാറ്റ് വിൽ ഇംപ്രൂവ് യുവർ റീറ്റെയിൻ ഏർണിങ്സ്. മനസ്സിലായോ? അപ്പോ ലയബിലിറ്റി 0 ആയി. ലയബിലിറ്റി 0 ആയത് വഴി നെക്സ്റ്റ് പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിനിങ്സിനെ അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. അതിന്റെ പേരന്റിന് ഒരു ഷെയറും പോവും, കുറച്ച് ബാക്കി ഷെയർ ആർക്കും പോവും? NCA-ക്കും പോവും. സോ നമുക്കിത് അറിയാം. ഇത് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ആൻസറിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, SBRൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? ഗ്രൂപ്പ്സ്. കാരണം കുറച്ച് 2-3 ചാപ്റ്ററിന്റെ നോളജ് മതി. പക്ഷെ അതും നമ്മൾ പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്സ് കൂടെ പോകും. നിങ്ങൾ ഡയറക്ട്ലി 1-2 ലൈനിൽ ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം എഴുതാതെ വഴി വെറുതെ ഒരു റിവാർഡ്സ് കിട്ടേണ്ട ചാൻസ് നിങ്ങൾ വെറുതെ ഇവിടെ കളയുമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആൻസറും കൂടെ കാണിച്ചു പോകുന്നത്. ഇപ്പൊ ACCയുടെ ആൻസർ തന്നെയാണിത്. ഇറ്റ്സ് നോട്ട് വെരി ടഫ് ലാംഗ്വേജ് ഒന്നും അല്ല. എക്സാമിനേഴ്സിന്റെ ആൻസറും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ലെവലിലേ അത് എഴുതിയിട്ടുള്ളവര്. ഓക്കെ, ആൻഡ് ഫൈനലി ആസ് വി ഹാവ് ഓൾറെഡി ഷോൺ ഇൻ ദ എക്സൽ ഒരു സമ്മറൈസ് അഡ്ജസ്റ്റ്മെന്റും കാണിക്കാം.
So this is a summarized adjustment. That is already something we have prepared here. Okay ആണോ മക്കളെ? അപ്പൊ 12 മാർക്സ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതണം. അപ്പൊ അറ്റ്ലീസ്റ്റ് you should be aware about how you should frame your answer. കാരണം അറിയാവുന്ന ഒരു കാര്യം നിങ്ങൾ എഴുതാത്തത് വഴി വെറുതെ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്സ് കളയല്ലേ. അതുകൊണ്ടാണ് ഇന്ന് മസ്റ്റായിട്ട് എല്ലാം ലൈവ് അറ്റൻഡ് ചെയ്യാനും കൂടെ പറഞ്ഞത് ഡിസ്കഷൻ. സെറ്റല്ലേ ഇത്? എനി ഡൗട്ട്സ്? സാർ ഈ ആൻസറിൽ ഗുഡ്വില്ലിന്റെ സമ്മറി അതിനകത്ത് കാണിക്കുന്ന നിർബന്ധമുണ്ടോ? നമ്മൾ കൺസോൾട്ടേഷനിൽ ഇത് കാണിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇവിടെ അഡീഷണലി കാണിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഒരു നെറ്റ് സമ്മറി കാണിച്ചു കഴിഞ്ഞാൽ, കാരണം പ്രീ ഡ്രാഫ്റ്റഡ് വേറെ തന്നെ നമ്മൾ ചെയ്യുന്നത്, അത് വേറെ ഒരു റിക്വയർമെന്റ് ആണ്. പ്രീ പോപ്പുലേറ്റഡ് എഫ്എസിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് രണ്ടിന്റെയും കൺസിഡറേഷൻ ഒക്കെ കഴിഞ്ഞ് ലോൺ ടു സപ്ലയർ എന്നൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് എല്ലാത്തിന്റെയും കൂടെ ഒരു ഇമ്പാക്ട് ആണ് പ്രീ പോപ്പുലേറ്റഡ് കാണിക്കുന്നത്. അപ്പൊ ബെറ്റർ ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ റിവൈസ്ഡ് ഗുഡ്വിൽ എപ്പോഴും റീകാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചേക്കാം. കേട്ടോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇറ്റ് വാസ് റിഗാർഡിംഗ് ദ ലോൺ ടു ദ സപ്ലയർ. സോ അതൊന്ന് വായിച്ചേ. എക്സ്ബിറ്റ് നമ്പർ 2. The Ladium has given a loan to supplier of 10 million to a key supplier. The Ladium incurred a cost of 200,000 in arranging this loan. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ലോൺ കൊടുത്തതാണ്. സോ ഇസ് ഇറ്റ് എ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഓർ ഫിനാൻഷ്യൽ അസറ്റ്? ഇതൊരു ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണോ ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണോ? ഫിനാൻഷ്യൽ അസറ്റ്. അതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. നമ്മൾ അങ്ങോട്ട് കൊടുത്ത ലോൺ ആണ്, നമ്മൾ ലോൺ എടുത്തതല്ല. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ഗിവൺ ടു ദം. അങ്ങോട്ട് കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, സോ അങ്ങോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണ്. സോ ദാറ്റ് ഇൻകേർഡ് കോസ്റ്റ് ഓഫ് 200,000 എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയിരിക്കും. ആ ട്രാൻസാക്ഷൻ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചേക്കുന്നത് മക്കളെ? ആ ട്രാൻസാക്ഷൻ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ അസറ്റിലോട്ട് ക്യാപിറ്റലൈസ് ചെയ്യുവാണോ ചെയ്യുന്നത്, അതോ ഡിഡക്ട് ചെയ്യുവാണോ ചെയ്യുന്നത്, അതോ എക്സ്പെൻസ് ഔട്ട് ചെയ്യണോ? എന്താ റൂള്? ക്യാപിറ്റലൈസ്. യെസ്, വി ഷുഡ് ക്യാപിറ്റലൈസ് ഇറ്റ്. അപ്പോ 10 million പ്ലസ് 200,000 വരും, 10.2 million വരും നമ്മുടെ ഓപ്പണിംഗ് വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. Now, on 1st January 2086, the Ladium charged 200,000 to P&L in respect of this loan arrangement cost. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണോ? അതൊരു കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണോ? അല്ല, ദാറ്റ്സ് എ റോങ് ട്രീറ്റ്മെന്റ്. അപ്പൊ ആ റോങ് ട്രീറ്റ്മെന്റിന് പകരം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പറഞ്ഞു കൊടുക്കുക. 200,000 ഒരു ഡയറക്റ്റ് കോസ്റ്റ് ആണ്, ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു ഫിനാൻഷ്യൽ അസറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന ഈ ട്രാൻസാക്ഷൻ കോസ്റ്റിനെ അക്കോർഡിംഗ് ടു ദ അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ളത്? ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത് പോവാം. റൈറ്റ്? So under the terms of the loan, the supplier agreed to make interest payments of 400,000 on 31st December 2086. അപ്പോൾ അരിയേഴ്സിലായിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? In arrears they are paying interest which is 400,000. So effectively 4% ആയിരിക്കും ഇൻട്രസ്റ്റ് വരുന്നിട്ടുണ്ടാവുക. And final amount of principal plus interest അപ്പോൾ of 110 million ഈ ഒരു എമൗണ്ട് ആണ് ഒരു ഡിസംബർ 2086 പേ ചെയ്യുന്നത്. So Ladium recognized an interest income of 400,000 in the P&L for the year ended 31st December 2086. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണോ? നമ്മൾ P&L കാണിക്കേണ്ട ഇൻകം എന്താണ് മക്കളെ? എഫക്റ്റീവ് റേറ്റ് അല്ലേ? P&L നമ്മൾ കാണിക്കേണ്ട ഇൻകം എന്തായിരിക്കണം? ഷുഡ് ബി ദ എഫക്റ്റീവ് റേറ്റ്. അപ്പൊ എഫക്റ്റീവ് റേറ്റ് എത്ര വരുന്നേ? വിച്ച് ഇസ് ഗിവൺ ഹിയർ 15% ആണ് എഫക്റ്റീവ് റേറ്റ് വരുന്നത്. സോ എഫക്റ്റീവ് റേറ്റിൽ വേണം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? ആ ഇൻട്രസ്റ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ. അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ വെച്ചിട്ട് എഫക്റ്റീവ് റേറ്റ് വേണം ഇൻകം ആയിട്ട് പോകാൻ, അല്ലെ? Now, towards the end of 2086, the supplier began to face financial problems. The supplier paid interest of 400,000 that was due on 31st December 2086, but then the terms of the loan was renegotiated. അപ്പൊ ഇത് എന്തിലോട്ടാണ് പോകുന്നത്? അവിടുന്ന് ക്വസ്റ്റ്യന്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത്, അല്ലെ?
അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ നിന്ന് മാറി ഫിനാൻഷ്യൽ അസറ്റിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലേക്ക് മാറി. ഇപ്പൊ ഇത് എങ്ങോട്ടാ പൊക്കോണ്ടിരിക്കുന്നത്? ഇമ്പയർമെന്റ്. ലോൺ ഇഷ്യൂ ചെയ്ത് കൊടുത്ത ആൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വന്നു എന്ന് നമുക്ക് തോന്നി, അതിന്റെ ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടി. സപ്ലയർ ഹാവ് മെയ്ഡ് ഇൻട്രസ്റ്റ്, ഈ വർഷം കറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് വന്നു, ബട്ട് ദാറ്റ് ടേംസ് ഹാസ് ബീൻ റീനെഗോഷിയേറ്റഡ് വിത്ത് ദ കസ്റ്റമർ and has agreed that no further interest payment would be made by the supplier, but that 10 million loan would be repaid on 31st December 2006. പക്ഷെ എന്താണെങ്കിലും അവർ എന്ത് റീപേ ചെയ്യും? 10 million റീപേ ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ 10 million റീപേ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എഫക്റ്റീവ്ലി ഇതൊരു ഇമ്പയർമെന്റ് ഇൻഡിക്കേറ്റർ ആണ്. സോ നമ്മൾ ഫിനാൻഷ്യൽ അസറ്റിന്റെ ഇമ്പയർമെന്റ് പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Is that clear? So it is reasonable to assume that the repayment will be made by the supplier. On this basis, Lydium recognized a non-current asset of 10 million in the 31st December 2006. അപ്പോൾ ഈ ഒരു ഇമ്പയർമെന്റ് മുൻകൂട്ടി കണ്ടിട്ടും പുള്ളിക്കാരൻ ബേസിക്കലി ക്യാരിങ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുവാണ്. ഈസ് മെഷറിംഗ് ദ ക്യാരിങ് വാല്യൂ ഓഫ് ദ ലോൺ വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു ദ സപ്ലയർ അറ്റ് 10 million itself. അപ്പൊ ഇവിടെ രണ്ട് മിസ്റ്റേക്ക് ആണ് വരുന്നത് ബേസിക്കലി. എന്തൊക്കെയാ? ഒന്ന് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, then second half is about impairment of financial asset. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യണം. So while we are drafting the answer, നമുക്ക് ആദ്യം പറയേണ്ടത് എന്താ? ആസ് പെർ IFRS 9 ഇവിടെ ഏത് മോഡൽ നമ്മൾ ഫോളോ ചെയ്യണ്ടേ? ഇതൊരു ഫിനാൻഷ്യൽ അസറ്റ് ആണെന്നുള്ള പോയിന്റ് പറയുക. ബിക്കോസ് വി ഹാവ് ഗിവൺ ദ ലോൺ ടു സപ്ലയർ. ദെൻ ദ സോൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? The cash flows were slowly the principal and interest. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് മോഡൽ എടുക്കാം? amortized cost മോഡൽ എടുക്കണം. ഇതായിരിക്കണം നമ്മുടെ ഇൻട്രോ പറയേണ്ടത്. This should be our intro. Is it clear, everyone? Sir. Okay. Hello. പറഞ്ഞു. സർ മറ്റേതൊക്കെ ഇപ്പം ഫെയർ വാല്യൂ ത്രൂ P&L ഫെയർ വാല്യൂ ത്രൂ OCA ഒക്കെ ഇതിനൊരു ഡെഫിനിറ്റ് ഫെയർ വാല്യൂ ഇല്ലാത്തത് കൊണ്ട് ഇത് അമോർട്ടൈസ്ഡ് കോസ്റ്റ് ആക്കുക, അങ്ങനെയും പറഞ്ഞൂടെ? മനസ്സിലായില്ല. അതായത് ഇപ്പം ഇതൊരു ലോൺ അല്ലേ, ഇത് നമുക്ക് ട്രേഡബിൾ അല്ലല്ലോ, സോ ഇതിനൊരു ഫെയർ വാല്യൂ ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ ഇയർലി ഫെയർ വാല്യൂ മെഷർ ചെയ്യേണ്ട കാര്യം വരുന്നില്ലല്ലോ ഇവിടെ. അങ്ങനെ വേണമെങ്കിലും പറയാം. സോ ബേസിക്കലി അതാണ് ഇവിടെ. സോ ദാറ്റ്സ് അൾട്ടിമേറ്റ് പോയിന്റ്. ഇവിടെ ആകെ സോൾലി ഇൻട്രസ്റ്റ് ആൻഡ് പേയ്മെന്റ് കിട്ടുന്നുള്ളൂ. വേറെ അതിന് മാർക്കറ്റ് വാല്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, മാർക്കറ്റ് വാല്യൂ ഉള്ള സാധനവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ തീരുമാനിക്കുവാണ് എനിക്ക് ഇൻട്രസ്റ്റും മറ്റേ ക്യാഷ് ഫ്ലോയും മതി എന്നുള്ള സിറ്റുവേഷൻസും വരാമല്ലോ. അപ്പൊ മാർക്കറ്റ് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ ക്രൈറ്റീരിയ എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതാണ് അല്ലെ. നമ്മുടെ ബിസിനസ് മോഡൽ എന്താണെന്നുള്ളതല്ലായിരുന്നു നമ്മൾ നോക്കണ്ടേ. ഓക്കെ ഓക്കെ സർ. So first of all, we have to mention about that part.
Then at 200,000 നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഓപ്പണിംഗ് വാല്യൂ ഓഫ് ലോൺ എത്ര വരും? ഫൈനാൻഷ്യൽ അസറ്റിന്റെ ഓപ്പണിംഗ് വാല്യൂ എത്രയാണ്? 10 million. Then അതിന്റെ കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യണം? ആ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓഫ് 200,000 കൂടെ ആഡ് ചെയ്യാം. So it will be 10,200. Okay. Then നമ്മുടെ effective rate of interest എത്രയായിരുന്നു? Like it was 5%. Okay. 15 അല്ല 5 ആണ്. So effective rate of interest is 5%. So നമ്മൾ ആഡ് ചെയ്യുക. So 510,000 ആയിരിക്കും നമ്മുടെ ഇൻകം വരുന്നത്. അപ്പോൾ ഡിഡക്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. എത്ര ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞേക്കുന്നേ? 400 ആണ്. So we need to deduct it. How much is the closing carrying value? Carrying value of financial asset എത്ര വരും? 10,310. സർ ഈ ക്വസ്റ്റനിൽ എഫക്റ്റീവ് റേറ്റ് പറഞ്ഞിട്ടുണ്ടോ? 5% പറഞ്ഞിട്ടുണ്ടല്ലോ. എഫക്റ്റീവ് റേറ്റ് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റനകത്തിൽ. Okay. So this is the carrying value of financial asset before the expected loss. Okay. നമ്മുടെ എക്സ്പെക്ടഡ് ക്രെഡിറ്റ് ലോസിന് മുമ്പുള്ള സാധനമാണ് ഇത്. എക്സ്പെക്ടഡ് ക്രെഡിറ്റ് ലോസ് സിറ്റുവേഷൻ വരുന്നതിന് മുമ്പുള്ള സെനാരിയോ ആണ്. നമ്മൾ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തും we have to explain that part. So when you explain the answer, this is what you can explain. So anyone can collect the repayments on the date specified in the loan agreement solely the principal of the interest, and there is no suggestion that the asset will be sold. Therefore, the appropriate measurement basis to use the financial asset is amortized cost basis. Then a transaction cost ne engane account cheyanallo. How will you account for the transaction cost? Under the amortized cost model, the arrangement fees of the loan are capitalized. The change of 200,000 to P&L should not have been made. There is an adjustment to financial statements of parent, has no impact on the NCA. Parent no impact or NCA can impact varthilla. Karanam endha? Parent retainings lu mathram impact varthullu. Karanam parent aanu loan issue cheyidikkunnathu. Exclusively appo parent retainings lu mathre inde impact varthullu. So the group retainings will have an impact. അപ്പോൾ എക്സ്പെൻസ് ചെയ്ത സാധനം നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുവാണ്. സോ ഓട്ടോമാറ്റിക്കലി വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഓൺ ദ ഗ്രൂപ്പ് റീറ്റെയിനിങ്സ്? ഗ്രൂപ്പിന്റെ റീറ്റെയിനിങ്സിലുള്ള ഇമ്പാക്ട് എന്തായിരിക്കും മക്കളെ? ഗ്രൂപ്പ് റീറ്റെയിനിങ്സ് വിൽ ഇൻക്രീസ് ബൈ 200,000. Okay, so the initial carrying amount of the loan should have been 10 million plus 200,000. Then investment income. What about the investment income? Effective rate of interest lo വേണം calculate ചെയ്യാൻ. So when financial asset is measured using amortized cost model basis, the interest income should be recognized in P&L is determined by applying effective rate of interest to the initial carrying amount. So medium interest income for the year ended 31st December 2008 should have been
5% into 10.2. So 510,000 varum, and the interest income should also increase the carrying value of dust. So ഇതായിരിക്കും നിങ്ങളുടെ എക്സ്പ്ലനേഷൻ വരുന്നത്. ആ എക്സ്പ്ലനേഷന് താഴെ എന്ത് കൊടുക്കുക? നമ്മുടെ ഈ വേർഡ് പ്രോസസ്സിലുള്ള വർക്കിംഗ്സ് കൂടെ കൊടുക്കുക. സാർ ഈ ഫൈനാൻഷ്യൽ അസറ്റിന്റെ കേസിൽ ഡിസ്കൗണ്ട് വന്നാൽ എന്താ ചെയ്യുക? ക്യാപിറ്റലൈസ് അത് കുറയ്ക്കല്ലേ വേണ്ടി? നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കുവാണെങ്കിൽ അത് കുറയ്ക്കാം. അപ്പോൾ ഇഫ് യു ആർ ഓഫറിംഗ് ഡിസ്കൗണ്ട് ദാറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ്. പക്ഷെ അതിന്റെ ഇമ്പാക്ട് അത് ഓട്ടോമാറ്റിക്കലി അപ്പൊ നമ്മുടെ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? അവിടെ കൂടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇഷ്യൂ കോസ്റ്റോ? ഇഷ്യൂ കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്തില്ലേ? ചില ക്വസ്റ്റ്യൻ നമ്മൾ ഡിഡക്ട് ചെയ്യില്ല. അത് ലയബിലിറ്റി വരുമ്പോഴാണ്. ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണെങ്കിൽ ഡിഡക്ട് ചെയ്യണം, ഫിനാൻഷ്യൽ അസറ്റ് ആണെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്യണം. ഓക്കെ ആണോ? സോ ആൻസർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ക്ലിയർ ആണ്. എനിക്ക് ഇപ്പം ബേസിക്കലി ഇതിന്റെ നോളജ് പാർട്ട് നിങ്ങൾക്ക് കാണും, ആൻഡ് ആൻസർ ഡ്രാഫ്റ്റിംഗ് പാർട്ടാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കേണ്ടത്. So now when it comes to the credit loss part, credit loss in the ഭാഗം ഇങ്ങനെ എഴുതുന്നേ. Okay, how much should be the loss? ഇപ്പൊ ക്രെഡിറ്റ് ലോസിന്റെ കേസിൽ അവർ പറയുന്നത് ഇനി ആകെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? They won't pay any interest. ഇനി ആകെ ഇനി റിക്കവർ ചെയ്യാൻ പറ്റുന്ന എന്ത് മാത്രമാണ് പറഞ്ഞേക്കുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ആകെ 10 million പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ എഫക്റ്റീവ് റേറ്റ്, ഒറിജിനൽ എഫക്റ്റീവ് റേറ്റ് 5% ആണെന്ന് അറിയാം. സോ ഓൾറെഡി 1 year പാസ് ചെയ്തു. 1 year കഴിഞ്ഞപ്പോൾ ഉള്ള ക്യാരിങ് വാല്യൂ ആണിത് അല്ലെ? നമുക്ക് എത്ര വർഷത്തെ ലോൺ ആയിരുന്നു ഇത്? Do you remember? The loan was for how many years? ലോൺ എത്ര വർഷത്തെയാണെന്ന് ഓർക്കുന്നുണ്ടോ മക്കളെ? ഓക്കെ, ക്ലോസിംഗ് ഡേറ്റ് എന്നാ? What's the closing date? X8 ആണ്. X6, X7, X8. അപ്പൊ തേർഡ് ഇയറിൽ ഒരു 10,000 കിട്ടുമെന്നാണ് പറഞ്ഞത്. തേർഡ് ഇയറിൽ ആകെ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു വരും, 10,000 തിരിച്ചു വരും എന്നാണ് പറഞ്ഞത്. അപ്പോ ആ 10,000ന്റെ അപ്പോ ഡിസ്കൗണ്ട് ക്രെഡിറ്റ് ലോസ് നമ്മൾ കണ്ടുപിടിക്കുക. എന്ത് ചെയ്യണം? അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എടുക്കുക. അപ്പൊ നിങ്ങളുടെ ആകെയുള്ള പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ ഈ ആകെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്ത് മാത്രമേ ഉള്ളൂ? 10,000 ഉള്ളൂ. അതിൽ നമ്മളെ ഒറിജിനൽ എഫക്റ്റീവ് റേറ്റിൽ അതിനെ ഡിസ്കൗണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ എടുക്കുക. സോ ഹൗ മച്ച് ഇസ് ദ പ്രസന്റ് വാല്യൂ? 1.05, that is 5% raised to എത്ര വർഷത്തേക്ക് ഡിസ്കൗണ്ട് ചെയ്യണം മക്കളെ? എത്ര വർഷത്തേക്കായിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണ്ടേ അവിടെ? We have to discount it for 2 years. അപ്പോൾ നമുക്കിനി ആകെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് 9070 ആണ്. അപ്പോൾ that should be our closing value actually. After impairment നമ്മുടെ ക്ലോസിംഗ് വാല്യൂ എത്ര പറഞ്ഞാൽ 9070. സോ ആ ഡിഫറൻസ് എമൗണ്ട് എന്തായിരിക്കും? വാട്ട് ഇസ് ദ ഡിഫറൻസ് എമൗണ്ട്? അതായത് നമ്മൾ എന്തെന്ന് പറയുന്നത്
expected credit loss. A balancing figure ആണ് നമ്മുടെ expected credit loss. അത് എത്ര വരും നോക്കി? Which is 1240. So ഈ ഒരു വാല്യൂല് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ ഫിനാൻഷ്യൽ അസറ്റിനെ നമ്മുടെ ബുക്സിൽ കാണിക്കേണ്ട വാല്യൂ ഇതായിരിക്കണം. Should not be 1030. അത് ഏത് റേറ്റിലാണ് ഡിസ്കൗണ്ട് ചെയ്ത്? 5% നമ്മുടെ ഒറിജിനൽ എഫക്റ്റീവ് റേറ്റിൽ. ഒറിജിനൽ എഫക്റ്റീവ് റേറ്റ് 5% അല്ലേ? അപ്പൊ 5% വേണം ഡിസ്കൗണ്ട് ചെയ്യാൻ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞ, നമ്മൾ അലവൻസിന്റെ കേസ് പറഞ്ഞവരും പറഞ്ഞാണ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, എക്സ്പെക്ടഡ് ക്രെഡിറ്റ് ലോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇമ്പയർമെന്റ് സിറ്റുവേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുള്ള. സോ ക്ലിയർ ആണോ? അലവൻസ് കണ്ടുപിടിച്ചത് ക്ലിയർ ആണോ? ക്ലിയർ എവരിവൺ? അപ്പോ നൗ വി ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നൗ വി ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. സോ നമ്മൾ എങ്ങനെയായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? Starting from expected credit loss എന്നൊരു ഹെഡിങ് കൊടുക്കുക. Okay, then explain the whole part. So can you see the answer, guys? Then answer no ആയിച്ചേ. The supplier has financial difficulty is the objective of evidence that loan asset has been impaired. So this means Ladium needs to make an impairment loss allowance in respect of lifetime expected credit losses. അപ്പോൾ റിസ്ക് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ലോസ് അലവൻസ് എന്താണ്? 12 months ആണോ ലൈഫ് ടൈം ആണോ? ലൈഫ് ടൈം ആണ്. റിസ്ക് സിഗ്നിഫിക്കന്റ്ലി കൂടിയിട്ടുണ്ട്. So the allowance should be measured of a present value of the original expected cash flows, now not expected. The discount rate used to measure this allowance should be effective rate of interest, in this case, which is 5%. So the simplest way of accounting for the lifetime credit loss impairment loss on the financial asset is to compute the closing carrying amount, but net of the impairment losses. So this is the present value of revised cash flows using original effective rate interest. So this would have been a 10 million discount ചെയ്യുമ്പോൾ എത്ര വരും? How much it is? We should discount it at a rate of 2%, 5% for 2 years. So ഇതായിരിക്കും നമ്മുടെ വാല്യൂ വരുന്നത്. ഓപ്പണിംഗ് വാല്യൂ 10,030 ആണ്. അവിടെ നിന്ന് വന്നു ആ ലോസ് വന്നു. ക്ലോസിംഗ് എമൗണ്ട് ഈസ് 9070. ക്ലിയർ? ഇതാണ് ആ ബാലൻസിംഗ് ഫിഗർ. This is your carrying value and this is the revised value. Okay ആണോ മക്കളെ? ക്ലിയർ? ആ ലോൺ ടു സപ്ലയറിന്റെ ഇമ്പാക്ട് മനസ്സിലായോ? സോ മെയിൻലി 2 അഡ്ജസ്റ്റ്മെന്റ് ആണ് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 ഉള്ളത്. ഒന്ന് ലോൺ ടു സപ്ലയറും പിന്നെ ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റും. അപ്പൊ അതിന് ഇൻക്ലൂഡിങ് അലവൻസും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനോട് ചേർത്ത് 9 മാർക്സ്. ബാക്കി പ്രീ പോപ്പുലർ ഡെഫേഴ്സ് പ്രിപ്പയർ ചെയ്യാനാണ് 6 മാർക്സ് വരുന്നത്. ബാക്കി 9 മാർക്സ് 12 + 9 20.
ഇതിന്റെ എല്ലാം കൂടി ഇമ്പാക്ട് എവിടെ കാണിക്കണം? നിങ്ങളുടെ പ്രീ പോപ്പുലർ ഡെഫിസിറ്റ് കാണിക്കണം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ട് ഓരോന്നിനും എവിടെയൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 ക്ലിയർ ആണോ? Any doubts? ഇമ്പാക്ട് ഓൺ പ്രീ പോപ്പുലർ ഡെഫിസിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഈ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത്. സോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. സോ ഐ വിൽ ഷെയർ ദ എക്സൽ. അതിന്റെ ഒരു വർക്കിംഗ്സ് ഉള്ള ഷീറ്റ് ഞാൻ ഷെയർ ചെയ്തേക്കാം ഗ്രൂപ്പിലോട്ട്. ബിക്കോസ് വി ഹാവ് ടു ഡിസ്കസ് അതർ ക്വസ്റ്റ്യൻസ് ആസ് വെൽ. സോ ഫണ്ടമെന്റലി ഉള്ള ഡിഫറൻസ് മനസ്സിലായോ? നിങ്ങളിപ്പോ എഴുതിയ ആൻസറും ഇപ്പൊ ഡിസ്കസ് ചെയ്ത് നമ്മളുള്ള എറേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ക്ലിയർ അല്ല എല്ലാവർക്കും? Shall we move to question number 2? ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതാണ് ഇത്. ക്ലിയർ ആണോ മക്കളെ? Okay. So now question number 2 പോകുമ്പോൾ again ഇതൊരു എത്തിക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ എത്തിക്സ് ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇൻട്രഡക്ഷൻ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം അവിടെ എന്താണ് എറേഴ്സിനുള്ള ചാൻസ്, അല്ലെങ്കിൽ ആ എത്തിക്കൽ ത്രെറ്റ് വരാനുള്ള ചാൻസ് എന്താണ്. അപ്പോൾ അപ്പാർട്ട് ഫ്രം കറണ്ട് ഇഷ്യൂ, അപ്പാർട്ട് ഫ്രം ദ അക്കൗണ്ടിങ് ഇഷ്യൂ, ഒബ്വിയസ്ലി അവിടെ എന്ത് കാണും? ഒരു എത്തിക്കൽ ഇഷ്യൂ കാണും. ഓക്കെ, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോവാം. സോ ഹിയർ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ റിക്വയർമെന്റ്, നമുക്ക് ടോട്ടൽ 3 റിക്വയർമെന്റ് ഉണ്ട്. ഒന്ന്, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയണം വിത്ത് റെസ്പെക്ട് ടു സെയിൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ്. Then deferred tax and adjustment പറയാ, and we have to explain the ethical issues as well. Okay, so now we are looking at the introduction. Aragon has a year end of 30 September 2001 as have been experiencing losses for several years. However, the first draft financial statement shows a profit of 1 million for the current year. അപ്പോൾ അവരുടെ പ്രോഫിറ്റിൽ ഒരു 1 million എന്താണ് കാണിക്കുന്നത്? പ്രീ ഡ്രാഫ്റ്റിനകത്തിൽ പ്രോഫിറ്റ് ഓഫ് 1 million കാണിക്കുന്നുണ്ട്. പക്ഷെ അതെന്തെങ്കിലുമൊക്കെ ഉടായ്പ കാണിച്ചിട്ടായിരിക്കും ഈ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടാവുക. സോ ഓൾ ഡയറക്ടേഴ്സ് ആർ പെയ്ഡ് എ പ്രോഫിറ്റ് റിലേറ്റഡ് ബോണസ് ഡിപ്പെൻഡ്സ് ഓൺ ഏർണിങ്സ്. അപ്പൊ അത് എന്തിന്റെ ഇൻഡിക്കേറ്റർ ആണ്? എല്ലാ ഡയറക്ടേഴ്സിനും അവരെന്ത് കൊടുക്കുന്നുണ്ട്? ഒരു പ്രോഫിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോണസ് കൊടുക്കുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തിനൊരു ചാൻസാ? ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് അവിടെ വരുവാണ്. അപ്പോൾ അല്ലെ, ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് വരുവാണ്. ബിക്കോസ് there is a high chance of an ethical threats happening there. അല്ലെ, അപ്പൊ അവർക്ക് ഇൻഡിപെൻഡന്റ് പോവാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. During a meeting between the finance director and her deputy accountant, who has only been in the role for a few months, the finance director has committed that all accounting treatment should be follows as she suggested. അപ്പോൾ she has suggested എന്താണോ അത് തന്നെ ഫോളോ ചെയ്യണം. Further, should the deputy accountant wish to continue with the role at Aragon, they should have not challenged the proposed treatment. അപ്പൊ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് നമുക്ക് ആദ്യം തന്നെ ഇവിടെ മനസ്സിലായി. അതുകൂടെ തന്നെ ഇപ്പൊ പുതിയതായിട്ട് ഈ റോളിലോട്ട് വന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളൊരു ത്രെറ്റ് എന്താ മക്കളെ? പ്രൊഫഷണൽ കോമ്പറ്റൻസിന്റെ ഒരു മിസ്റ്റേക്ക് വരാം. കാരണം ലാക്ക് ഓഫ് നോളജ് വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ദെൻ ഇത് കൂടാതെ അവർക്കൊരു ഈ റോളിൽ തന്നെ തുടർന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ മേ ബി അവരെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പൊ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റും പിന്നെ ഈ പറയുന്ന ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പിറ്റൻസും കൂടാതെ നമുക്ക് എന്ത് ത്രെറ്റോട് അവിടെ പറയാം? ഇന്റിമിഡേഷൻ ത്രെറ്റിന്റെ ചാൻസും ഉണ്ട് അവിടെ. സോ ഓൾറെഡി എത്തിക്സിന് വേണ്ടിയിട്ടുള്ള സാധനം നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി അക്കൗണ്ടിങ് ഇഷ്യൂ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 3 എത്തിക്കൽ ത്രെറ്റ് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ്, ദെൻ ഇന്റിമിഡേഷൻ ത്രെറ്റ്, ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ്. മോർ ദാൻ എനഫ്. നമുക്ക് എത്തിക്സിന്റെ ആൻസർ എഴുതാനുള്ള സാധനം ഓൾറെഡി അറിയാം. നമുക്ക് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇനി അക്കൗണ്ടിങ് പറഞ്ഞു. സാർ, പ്രൊഫഷണൽ കോമ്പിറ്റൻസ് വരുമോ? കാരണം ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഫിനാൻസ് ഡയറക്ടറുടെ പെർസ്പെക്റ്റീവിലല്ലേ ചോദിക്കുന്നത്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡെപ്യൂട്ടി അക്കൗണ്ടിന്റെ പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. And your answer should also consider the action that deputy accountant should take എന്ന് പറയുന്നില്ലേ? രണ്ടുപേരുടെയും കാര്യം പറയണ്ടേ? Okay. So now first part എന്ന് വായിച്ചേ. Due to the shortage of cash in business, Aragon decided to sell the company's administrative building for 10 million, which it was having a fair value. Which was its fair value? അപ്പോൾ fair value ആണ് വിറ്റേക്കുന്നത് on October 2006 and lease it back immediately for a period of 5 years. So basically ഇവിടെ എന്താ നടക്കുന്നത്?
സെയിൽ ആൻഡ് ലീസ് ബാക്ക് സെനാരിയോ ആണ്. അപ്പൊ സെയിൽ ആൻഡ് ലീസ് ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാരണം സെയിൽ ആൻഡ് ലീസ് ബാക്കിൽ ത്രെഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഈവൻ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുമ്പുള്ള ത്രെഡ് ഈവൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ത്രെഡ് എന്ന് പറയാമോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോമൺലി ഉള്ള ത്രെഡ് എന്താണ് സെയിൽ ആൻഡ് ലീസ് ബാക്കില്? അവര് സെയിൽ ചെയ്യുന്ന സമയത്ത് വരുന്ന ഗെയിനെ അതേപോലെ P&L കാണിക്കും. അതല്ലേ കോമൺലി ഉള്ളൊരു ത്രെഡ്? യെസ്. സോ ഇവിടെയും അതേ ത്രെഡ് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ബിക്കോസ് നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റിനകത്തും നമ്മൾ ഇത് കണ്ടതാണ്. അപ്പൊ കുറെയൊക്കെ നമ്മൾക്ക് നോളജും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനും ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് കുറെ ഈസി മാർക്സ് ഒപ്പിക്കാൻ പറ്റും. സോ നൗ ഹിയർ ഐ ക്യാൻ സീ ദാറ്റ് 10 million ആണ് നമ്മുടെ ക്യാഷ് പ്രൊസീഡ്സ് വന്നിട്ടുണ്ടാവുന്നത്. And there is no option to repurchase the building at the end of the lease term. The carrying amount of the building is 3.5 million. The transaction qualifies as a sale according to IFRS 15. അപ്പോൾ സെയിൽ ഒരു ട്രാൻസ്ഫർ ഓഫ് ആ പർട്ടിക്കുലർ ട്രാൻസ്ഫർ ടു ദ ബയർ ആദ്യം ഒരു സെയിൽ ആണോ എന്ന് നമുക്ക് IFRS 15 വഴിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നോർമലി. അത് അവർ ചെക്ക് ചെയ്തു, ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ട്, കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ നൗ ഇറ്റ്സ് എ സെയിൽ. അപ്പോൾ സെയിൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നൗ ദേ ആർ ലീസിംഗ് ഇറ്റ് ബാക്ക്. So it automatically comes up to sale and lease back treatment like എത്തുവാണ്. So on the receipt of the cash, the whole asset has been de-recognized and a gain of 6.5 million was recorded within the SOPL. And this rental payment, so these rentals paid are to be written off as an expense in the P&L. അപ്പോൾ ഒരു ലീസിന്റെ റെന്റൽസ് P&L എക്സ്പെൻസ് ആയിട്ടും ബാക്കി ഗെയിൻ ഓൺ ഡിസ്പോസൽ ആയിട്ട് എത്രയാണ് കാണിച്ചിരിക്കുന്നത്? 6.5 million ആണ് കാണിച്ചിരിക്കുന്നത്. Is that a correct treatment? അതൊരു കറക്റ്റ് ട്രീറ്റ്മെന്റ് ആണോ മക്കളെ? നോ. അപ്പൊ എന്താ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്? നമുക്കിവിടെ മൊത്തം അക്കൗണ്ടിങ് എൻട്രി എഴുതണോ? മൊത്തം അക്കൗണ്ടിങ് എൻട്രി എഴുതേണ്ട ആവശ്യമുണ്ടോ? Do we need to write the whole accounting entry here? അല്ല, മൊത്തം അക്കൗണ്ടിങ് എൻട്രി ഇപ്പൊ എഴുതാൻ നിങ്ങൾ തീരുമാനിക്കുവാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള നോൺ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അവർ തന്നിട്ടുണ്ടോ അവിടെ? സർ ലീസ് ലയബിലിറ്റി തന്നിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വി കനോട്ട് റൈറ്റ് ദ ഹോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒന്നും എഴുതണ്ട. അത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതിയാൽ മതി. കാൽക്കുലേഷൻ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? എവിടെയെങ്കിലും കാൽക്കുലേഷൻ പറഞ്ഞ അവരെന്ത് മാത്രം ചോദിച്ചത്? എക്സ്പ്ലെയിൻ ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. 5 മാർക്സിന് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാനാ പറഞ്ഞേ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ only explaining accounting treatment. Don't spend your time in calculating the actual profit because അവിടെ എന്ത് തന്നിട്ടില്ല? ലീസ് ലയബിലിറ്റി തന്നിട്ടില്ല. ലീസ് ലയബിലിറ്റി തരാതെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ ആക്ച്വൽ പ്രോഫിറ്റ്? ഇല്ല. നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം? വി ഹാവ് ടു റെക്കഗ്നൈസ്. ജസ്റ്റ് അതിന്റെ നോളജ് പാർട്ട് നമുക്കൊന്ന് റിവേഴ്സ് ചെയ്ത് പോകാം, വിച്ച് ഇസ് നോട്ട് റിക്വയർഡ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം എന്തായാലും എൻട്രി: ഡെബിറ്റ് ക്യാഷ്, ഡെബിറ്റ് റൈറ്റ് ടു യൂസ്, ക്രെഡിറ്റ് ലീസ് ലയബിലിറ്റി, പിന്നെന്താ ക്രെഡിറ്റ് അസറ്റ് ക്യാരിങ് വാല്യൂ, ക്യാരിങ് വാല്യൂ ഓഫ് അസറ്റ്. ബാക്കി ബാലൻസിങ് ഫിഗർ ആണ് എങ്ങോട്ട് പോകുന്നത്? P&L പോകുന്ന എമൗണ്ട് എന്തായിരിക്കണം? ദ ബാലൻസിങ് ഫിഗർ ആയിരിക്കണം പോകുന്നത്. സോ ഇതിൽ തന്നെ റൈറ്റ് യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാരിങ് വാല്യൂ റീറ്റെയിൻഡ്. ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ദ ക്യാരിങ് വാല്യൂ റീറ്റെയിൻഡ്? ക്യാരിങ് വാല്യൂ ഇൻറ്റു ലീസ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ഫെയർ വാല്യൂ. ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അഥവാ ഒരു കാൽക്കുലേഷൻ വരുവാണെങ്കിലും, എക്സാമിന് കാൽക്കുലേഷൻ വരുവാണെങ്കിലും ആ നോളജ് പാർട്ട് ഒന്ന് റിവേഴ്സ് ചെയ്ത് വെച്ചേക്കാം. So cash directly it will be given in the question. Lease liability in most cases it will be given. Carrying value also will be given. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല? ലീസ് ലയബിലിറ്റി തന്നിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കാണിക്കായിരുന്നു. അപ്പൊ അത് വിടുക. അപ്പൊ ബേസിക്കലി നിങ്ങൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ മാത്രം കൊടുത്താൽ മതി. എന്തിന്റെ എക്സ്പ്ലനേഷൻ? എന്തിന്റെ എക്സ്പ്ലനേഷൻ മക്കളെ? നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മാത്രം പറഞ്ഞാൽ മതി. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2, the first one with respect to building. Building in the accounting treatment മാത്രം പറയണം.
Okay. So 5 marks on. So in the explanation, so this transaction should be recorded as sale and leaseback arrangement rather than a loan, because the question clearly states that the agreement creates a performance obligation. The finance director has incorrectly recorded a gain of 6.5 million, being the difference between cash received and carrying amount of the building. The revising out of this errors means that the arrogance will overall profit report yet another loss instead of a profit. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്തായിരുന്നെങ്കിൽ, കറക്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നെങ്കിൽ അവരുടെ ബുക്സിൽ ഏകദേശം ഒരു 1 million പ്രോഫിറ്റ് വന്നെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ പ്രോഫിറ്റ് വരേണ്ടടുത്ത് വീണ്ടും ഒരു ലോസ് വന്നേനെ. അപ്പൊ ആ ലോസിനെ ഹൈഡ് ചെയ്യാനാണ് അവർ എന്ത് ചെയ്തത്? ഇങ്ങനെ ലോൺ ആക്കി ട്രീറ്റ് ചെയ്തതൊക്കെ. So arrogant should have recognized the present value of contractual lease payments as liability, and a right to use of asset should be recognized, but as a portion of previous carrying amount of the asset that relates to right of use retained by arrogant. A profit or loss retained to the rights will erase and recorded on the disposal within the SOPL, and going forward, the right to use of assets will be depreciated over the lease term of 5 years. 5 years like on lease back in, and liability will be accounted at the amortized cost, thus attract a finance cost charged to P&L. The cash payments required under the lease should have been shown as a reduction in the liability. So this is the overall treatment. The suggested accounting treatment should be like this, and we should not follow what it is mentioned in the question. Because literally profit ne overstate ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. Is it clear, everyone? So answer on the
So done guys, അത് വായിച്ചോ? So part clear ആണല്ലോ? So now look at deferred tax part. Okay, so the directors of Aragon wish to recognize a deferred tax in relation to 25 million of unused trading losses. അപ്പൊ ഞാൻ ഇതും പറഞ്ഞതാണ്, ഡിഫേർഡ് ടാക്സ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഈവൻ ഇൻ ദ ക്ലാസ് ഇറ്റ്സെൽഫ് മൾട്ടിപ്പിൾ ടൈംസ് ഡിഫേർഡ് ടാക്സ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ചോദിച്ചിട്ടുള്ളപ്പോഴും കൂടുതൽ സമയം ചോദിച്ചിട്ടുള്ള എന്തിനെ പറ്റിയിട്ടാണ്? ഡിഫേർഡ് ടാക്സ് അസറ്റിന്റെ ബേസിലുള്ള ക്വസ്റ്റൻ ആണ് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. സോ ഈവൻ പ്രീമോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ ഡയറക്ടേഴ്സ് ഓഫ് Aragon wish to recognize a deferred tax in relation to 25 million of unused trading losses, so which has been accumulated as at 30 September 2001. The Aragon has a budget profit of 25 million for the year ended 30 September 2002, and directors have forecast that the profit will increase by 5% for the next 5 years. അപ്പോൾ ഇവിടെ ബഡ്ജറ്റ് ചെയ്തേക്കുന്ന പ്രോഫിറ്റ് 25 million ആണ് for the next year, and they are expecting the profit will increase by 5% for the next 5 years as well. ഈ ഒരു എക്സ്പെക്ടേഷനിലാണ് ഇവർ എന്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? ഡിഫേർഡ് ടാക്സ് റെക്കഗ്നൈസ് ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു ദിസ് അൺയൂസ്ഡ് ട്രേഡിംഗ് ലോസസ്. Aragon has currently operating with a tough trading environment and sales order for the quarter for the first next year at par with trading levels of the year ended 30 September 2001. അപ്പൊ at par എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? Year at par with the trading levels of 30 September 2001 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? മക്കളെ, കാരണം അതിന്റെ മീനിങ് മനസ്സിലായി നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ദാറ്റ് സെന്റൻസ്? ഈ വർഷത്തെ അവരുടെ ആ ഒരു ട്രേഡിംഗ് ലോസസ് അറ്റ് പാർ ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ കഴിഞ്ഞ വർഷത്തെ പോലെ അറ്റ് പാർ ആയിരിക്കും എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ദാറ്റ് സെന്റൻസ്? സെയിം ആയിരിക്കും. യെസ്, ഇറ്റ് ഷുഡ് ബി സെയിം എന്നാണ്. എന്താണ് ഈ വർഷം നടന്നു അത് തന്നെ അടുത്ത വർഷം നടക്കുമെന്ന് പറഞ്ഞത്. അപ്പോ it concludes that again there will be a profit or loss. അടുത്ത വർഷവും പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്നാണ് അപ്പൊ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അടുത്ത വർഷവും ലോസ് ആയിരിക്കും. So effectively Aragon operates in a jurisdictions where trading loss can be only carried forward for a maximum of 3 years. അപ്പോൾ within 3 years is there a certainty that we can create profit, taxable profit ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്തെങ്കിലും സർട്ടനിറ്റി ഉണ്ടോ അവിടെ? സർ അത് ഒരു ക്വാർട്ടർ അല്ല പറയുന്നത്, ഒരു ക്വാർട്ടറിലല്ലേ ലോസ്, ബാക്കിയുള്ളത് മേ ബി പ്രോഫിറ്റ് ആയിക്കൂടെ? ബട്ട് സ്റ്റിൽ ഹാവിങ് എ ടഫ് ട്രേഡിംഗ് എൻവയൺമെന്റ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഞാൻ കൂടുതലും നിന്നോട് എപ്പോഴും ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയും സർട്ടൺ ആണ് പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ലോസ് റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. സോ അതിന്റെ ഒരു ഹിന്റ് ആണിത്. ഹാവിങ് ടഫ് ട്രേഡിംഗ് എന്നുള്ളത് ഒരു ഹിന്റ് ആണ്. അപ്പൊ എത്രത്തോളം നിങ്ങൾ എത്ര ലൈക്ക് ഭയങ്കര ഓവറായിട്ട് തിങ്ക് ചെയ്തത് എന്താക്കേണ്ട ആവശ്യമില്ല. ഈ ഡിഫേർഡ് ടാക്സ് അസറ്റിന്റെ കേസിൽ അത് പ്രോഫിറ്റ് വരും എന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ലോസ്. അപ്പോൾ ദർ ഇസ് എ വെരി ലെസ് ചാൻസ് ഓഫ് ക്രിയേറ്റിംഗ് ഡിഫേർഡ് ടാക്സ് അസറ്റ്. ആ ഒരു നോളജ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇവരിങ്ങനെ പല രീതിയിൽ അവർ മൊത്തം ഇങ്ങനെ ക്രിയേഷൻ ചെയ്ത് തരുന്നത്. അപ്പൊ അതൊരിക്കലും ഒരു കൺക്ലൂഷനിൽ എത്താൻ പാടില്ല. ലൈക്ക് ഇറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ എ ലോസ് പ്രോഫിറ്റ് എന്നുള്ളത്. ആൻഡ് ഈവൻ ദേ ഹാവ് ഗിവൺ എ ഹിന്റ്. So even it's just for one quarter, we can conclude that with any certainty, എനിക്ക് ഒരിക്കലും പ്രോഫിറ്റ് വരും എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ഇല്ല. ആൻഡ് മാക്സിമം 3 ഇയേഴ്സിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദർ ഇസ് വെരി അൺലൈക്ലി ദാറ്റ് വി ക്യാൻ റെക്കഗ്നൈസ് എ ഡിഫേർഡ് ടാക്സ് അസറ്റ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോളജ് പാർട്ട് പറയും. എന്താണ് നമ്മുടെ നോളജ് പാർട്ട്? ഡിഫേർഡ് ടാക്സ് അസറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ആദ്യം തന്നെ should be probable that the company will create profits in future എന്നുള്ളത് പറയാം. കമ്പനിക്ക് പ്രോബബിൾ ആണ് ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ? ഡിഫേർഡ് ടാക്സ് അസറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യാം. സോ ആസ് പെർ IAS 12 ഡിഫേർഡ് ടാക്സ് അസറ്റിന്റെ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ അത് നിങ്ങളുടെ നോളജ് ആണ്. ആ നോളജ് പാർട്ട് വേണം നിങ്ങൾ ആദ്യം ഇൻട്രോ ആയിട്ട് എഴുതാൻ. Is it clear everyone? Then അതിന്റെ
ഈ ഒരു scenario അതിന്റെ application എഴുതുക, and finally we'll give a conclusion that it will be unlikely, it is very unlikely that we can recognize deferred tax asset. അതായിരിക്കും നിങ്ങളുടെ conclusion. Is it clear, everyone? So will you draft the answer here? So answer draft ചെയ്യാൻ നോക്കിയേ. So just look at the answer. So deferred tax represents the amount of income tax payable or recoverable in the periods in respect of the temporary differences. A temporary difference arises when there is a difference between carrying amount of an asset or liability and its tax base. So the losses carrying forward represent a deductible temporary difference that can give rise to deferred tax assets, and tax reliefs will be granted in the future. With the knowledge part. However, the ACCA can only recognize a deferred tax. It is reasonable that it will be recovered, and this requires adjustments as to whether there will be sufficient future taxable profits to recover this asset. If the recovery and sufficient profitable tax undo, taxable profits future cross check. So Argon operates under a tax jurisdictions which only allows losses to be carried forward up to 3 years. The directors of Argon should base their forecast of the profitability on reasonable and supportable assumptions. So there appears to be no firm evidence that a profit will return in short term. Argon has a history of trading losses, and there is little evidence that there will be improvements in trading results within the next couple of years. So the company are operating in a tough trading environment, and sales order in the next quarter are at par with the current financial year end, where it have incurred a losses. The forecasted profitability and subsequent growth seems highly ambitious. Therefore, it is unlikely that deferred tax should be recognized. Okay, Anogla? So you understood what you have to write for 5 marks? So answer part clear analo? Any doubts? So just go through it and some part no okay. Answer compare. You can just compare with the answer you have wrote.
Is it done, guys? Is it clear now? Any doubts? Okay, so what about the ethics part? Ethics parts almost 8 marks on the ethics. About account, we have the directors and accounting treatments in the ethical issue behavior. Then your answer should also consider the actions to be taken by the deputy accountant. About threats mainly self-interest, intimidation threats in the then overall professional behavior discuss. And even actions to be taken on we can report it to the audit committee, or even we can report it to ACCA. And even if you feel like fraud in the part, you can resign from that particular job. Our designation resign. So let's see how we can explain it. About we can mention about some threats. About normally when the threats so self-interest ethics then intimidation threat and objectivity professional competence and behavior, and we have to mention about the actions to be taken. Action audit committee discuss. Again, if they are not ready to make some changes, you can even report it to ACCA and finally resign, put a resignation. A particular job posting and the resignation. Action plan suggest an action plan or mostly audit committee discuss. If they are not ready to make the appropriate changes, even we'll think about a resignation from that particular job. Because we should not do anything that discredit our profession. ACCA and professional body in there discredit in emphasize. Is it clear, everyone? So ethics part almost 8 marks. Like should not finish it within 2 or 3 lines. So properly explain ethical aspects. Make sure that you are explaining it correctly. Short ethics commonly basic. So either you can follow it. Otherwise, point plan make sure that you are writing it appropriately. Okay, so ethics in the Varno is okay. So when we look at the ethics part, I've discussed earlier the accounting treatments proposed by financial director would appears to be technically incorrect with regards to the sale and leaseback and recognition of deferred tax asset. If this is because of the ignorance, then it's like an incompetence. Ignore you knowledge that shows a lack of competence there. So it's the main part of our ethical behavior.
Okay, about lack of objectivity professional competence compromise. Now, when it comes to integrity and objectivity, however, given that the finance director is rewarded by profit-related pay, is an experienced qualified accountant, it may be well that such accounting treatments are proposed deliberately as a crude attempt to manipulate the financial statements for personal gain. Self-interest, it's a threat against objectivity. So this interpretation of events also points out to an unethical behavior, as the finance director has not been objective, and it shows lack of integrity and intent to deceive. And objectivity, integrity ethical code of conduct main pillars characters breach. And finance director is presumably allowing bias and undue influence from the pressure imposed by achievement of bonus to follow more favorable accounting treatments, as opposed to making judgments and following accounting standards. But self-interest rewards intensely mistake point out. Okay, Namakle? So, this part clear on now, behavior in the part of the professional behavior, given that a deputy accountant has been in the position for only 2 months, they may feel pressured due to finance director comment on job security. So deputy accountant faces an intimidation threat, gives the comments from the finance director, who presumably has an influence over the career. This also creates a self-interest threat, as deputy accountant may be keen to continue to keep their role at Arun. The finance director behavior borders on intimidation and bullying, and this is not a professional behavior and therefore is unethical. The finance director should act professionally and avoid actions that would discredit the profession. Clear on law behavior about the okay. So actions on the first thing the deputy accountant should do is to speak with the finance director and try to confirm the facts and discuss the accounting treatment with the finance director and explain the risk of non-compliance. The safeguards of accounting regulations and sanctions imposed on the professional accountants would not complain may resolve this issue. A record of conversations and actions should be kept, and Arrogant may have internal procedures to mitigate the threats. So it may be that the finance director is not technically up to date. Another issue in this case, a training program and attend knowledge update. So this is beyond the remit of the deputy accountant though. So if the finance director refuses to comply with the accounting standard, then it would be appropriate for deputy accountant to discuss the matter with directors or audit committee if possible. About number directors audit committee to seek a solution and seek professional advice from ACCA and consider legal advice if necessary. A final consideration for deputy accountant if the matter cannot be resolved satisfactorily. He can offer a resignation as well. You can think about resigning from the job. So, this action normally we can discuss something which is very common to every ethics questions. Ethics in the part clear accounting treatment to ethics almost 8 marks on ethics and above. Don't lose the chance of scoring those marks. Paragraph same additionally, action the part even the action will be almost having a same format. All answers action the format is same. Threat because training attend if it is outside our limit, then discuss the same matter with the audit committee. Audit committee satisfactory estimation, even we can seek the advice from ACCA, or even we can think about resignation from the job. But this action almost every question, this question action so I'm going to words on the make sure that your
able to copy it out. നിങ്ങളുടെ സ്വന്തമായിട്ട് ലാംഗ്വേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ആ പർട്ടിക്കുലർ ഏരിയ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ കുറെയൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വേർഡ്സ് ഓർത്തിരിക്കും. അപ്പൊ അല്ലാതെ ഇപ്പൊ ലാംഗ്വേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എഴുതാതിരിക്കില്ല. കാരണം ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് എത്തിക്സിൽ, അറ്റ്ലീസ്റ്റ് 8 marks. Is it clear everyone? എത്തിക്സിന്റെ പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? Okay, so we'll take a short 5 minutes break. അത് കഴിഞ്ഞിട്ട് നമുക്ക് question number 3 and 4 ഡിസ്കസ് ചെയ്യാം. Okay, so now it's 7:50 ആവുന്നുണ്ട്. 7:55 8 ഒക്കെ ആവുമ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. Okay. Can you hear me guys? So now with respect to question number 3. So question number 3 4 scenarios ആണ് ഉള്ളത്. ഒന്നെന്താ, one with respect to lease agreement, then the one with respect to share based payment, then impairment loss, then financial assets. അപ്പോൾ financial assets നിങ്ങൾക്ക് അറിയാം, when question number 1 we have discussed a question from financial instruments. അപ്പോൾ almost ഒരു majority of marks financial instruments ചോദിക്കുന്നുണ്ട്. So make sure that ആ സ്റ്റാൻഡേർഡിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അപ്പൊ നമ്മളിപ്പോ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിലുള്ള ഒരു സ്റ്റാൻഡേർഡാണ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, ലീസ്, റവന്യൂ. സോ എല്ലാം തന്നെ ഈ പ്രീ മോക്കിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗിവിംഗ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ഈവൻ ഫോർ യുവർ ഫൈനൽ റിവിഷൻ. സോ ഓരോ സെനറിയോ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെനറിയോ വിത്ത് റെസ്പെക്ട് ടു ലീസ് അഗ്രിമെന്റ് ആണ്. സോ ദേ ഹാവ് സൈൻഡ് 2 lease ഹിയർ. First lease is with respect to a 2-year prior to the reporting date for an item of PPE. The useful economic life of the asset and lease terms were both 4 years. Under the lease agreement, lease payments increases annually by rate of inflation over the previous 12 months. On 1st January 2060, the inflation for the 12 months was 10%, and this increase of 10% in the lease payment will apply for the remaining 3 years. അപ്പോൾ ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് പറയേണ്ടത്. അഗെയിൻ ദർ ഇസ് നോ കാൽക്കുലേഷൻ. അപ്പൊ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ലീസിന്റെ ഏത് സെനാരിയോ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയാം. ലീസിന്റെ നോളജ് പാർട്ട് എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ലീസിന്റെ ഏത് നോളജ് പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ലീസ് ഇനിഷ്യൽ മെഷർമെന്റ് ആണോ സബ്സിക്വന്റ് മെഷർമെന്റ് ആണോ? എന്താണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ? ലീസിന് ഇനിഷ്യൽ മെഷർമെന്റ് ആണോ സബ്സിക്വന്റ് മെഷർമെന്റ് ആണോ? Can I reply in the chat? ഏത് നോളജ് പാർട്ടാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് ലീസിന്റെ? Subsequent measurement. Yes, they are talking about the subsequent measurement. ഇപ്പൊ സബ്സിക്വന്റ് മെഷർമെന്റിൽ തന്നെ നമ്മൾ പഠിച്ചൊരു ഏരിയ ആണ്. ഈവൻ ഫ്രം യുവർ ലൈഫ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഭാഗമായിരുന്നത് റീഅസസ്മെന്റ് ഓഫ് ലീസ് ലയബിലിറ്റി അല്ലെ? ഞാൻ പറഞ്ഞു ഇത് FR ഇല്ലാത്തൊരു ടോപ്പിക് ആണ് റീഅസസ്മെന്റ് ഓഫ് ലീസ് ലയബിലിറ്റി. സോ ഒബ്വിയസ്ലി ദാറ്റ് വിൽ ഗെറ്റ് ടെസ്റ്റഡ്. ഓക്കെ, അപ്പോ സബ്സിക്വന്റ് മെഷർമെന്റിൽ ലീസ് മെഷർ ചെയ്യുന്ന സമയത്ത് we have to update the lease liability. അപ്പോൾ ഓരോ ഇയർ എൻഡിലും നമ്മൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വീണ്ടും ഇൻഫ്ലേഷൻ കാരണം നമ്മുടെ ലീസ് പേയ്മെന്റ് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലീസ് പേയ്മെന്റ് അങ്ങനെ കൂടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We have to remeasure our lease liability according to the updates happening in the lease payment. നമ്മൾ ഓരോ ഇയർ എൻഡിലും എന്ത് ചെയ്യും? അപ്പോൾ ലീസ് ലയബിലിറ്റി റീമെഷർ ചെയ്യും. അപ്പോൾ നമ്മൾ നോർമലി അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ വെച്ചിട്ട് ഓപ്പണിംഗ് പ്ലസ് എഫക്റ്റീവ് മൈനസ് ലീസ് പേയ്മെന്റ് ക്ലോസിംഗ് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ആയിരിക്കല് നമ്മൾ അടുത്ത വർഷം ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ലയബിലിറ്റി. കാരണം ഓരോ വർഷവും 10% വെച്ചിട്ട് ഇൻഫ്ലേഷൻ അനുസരിച്ച് കൂടാൻ സാധ്യതയെന്ന് പറയുന്നുണ്ട്. സോ ദ ലീസ് പേയ്മെന്റ് ഷുഡ് കൺസിഡർ ഇറ്റ്. അപ്പൊ ലീസ് പേയ്മെന്റിൽ വരുന്ന ഈ അപ്ഡേറ്റ് ഓൾമോസ്റ്റ് നിങ്ങൾ എന്തിലും വരണം? നിങ്ങളുടെ ലീസ് ലയബിലിറ്റിയിലും വരണം. ഈ ഒരു നോളജ് പാർട്ട് ഓർക്കുന്നുണ്ട് എല്ലാവരും? ഡു യു റിമെമ്പർ ദാറ്റ്? അപ്പൊ ആ ഒരു നോളജ് പാർട്ടിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി ഇവിടെ. മനസ്സിലായോ? അഗെയിൻ യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദ കാൽക്കുലേഷൻ. We just need to explain that knowledge part. Okay, but directly നിങ്ങൾ knowledge part explain ചെയ്താൽ മതി. There is no much difficulty with respect to the answering part. അപ്പോൾ
So with respect to the first lease, then answer എങ്ങനെ വരും നോക്കിയേ. So under IFRS 15, when lease agreements are entered by the lessee, a right to use of asset and corresponding lease liability are recognized. The initial measurement of lease liability എങ്ങനെയാണെന്ന് പറയാ, it will be the present value of future cash flow with direct cost also being capitalized. In the first year of lease, the right to use of asset should have been depreciated. The initial lease liability would have been accounted at the amortized cost, so it increases by finance cost. It is charged against the profit and reduces by the cash payment required by the lease agreement. So after 1 year, at the start of the current accounting period, it would have been necessary to remeasure the liability. This is because the lease agreement includes an uplift in the liability due to inflation. അപ്പോൾ inflation കാരണം എന്ത് വരുന്നുണ്ട്, lease liability ഒരു increase വരാൻ സാധ്യതയുണ്ട്. So every year end നമ്മൾ എന്ത് ചെയ്യണം, അത് remeasure ചെയ്ത് പോകണം, and we have to revise the calculation of lease liability. Is it clear? അപ്പോൾ ആ lease liability വരുന്ന ഇൻക്രീസ് എന്തിലും വരും, ഓട്ടോമാറ്റിക്കലി lease liability കൂടുമ്പോൾ അതിന്റെ ഇൻക്രീസ് എവിടെയും വരും മക്കളെ. That subsequent increase will happen in your right to use of asset as well. അപ്പോൾ lease liability remeasure ചെയ്ത് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്തും കൂടുവാണ്, our right to use of asset also will increase, so thereby depreciation charge കൂടും. അപ്പോൾ it will have a huge impact on your P&L as well. Okay, so this revised lease liability will be the present value of future 3 remaining lease payments discounted at the original effective rate. So it should be discounted at the original effective rate. An increase in liability will be then capitalized. The finance cost for the second year and depreciation charge will then be based on the revised amount. അപ്പോൾ second year നിങ്ങൾ ഇനി കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് ആണെങ്കിലും ഡിപ്രീസിയേഷൻ ചാർജസ് ആണെങ്കിലും എല്ലാം ചേഞ്ച് ആവും വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് റിവൈസ്ഡ് ലീസ് ലയബിലിറ്റി കാൽക്കുലേഷൻ. അപ്പോൾ ആ നോളജ് പാർട്ട് മാത്രമാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ ആണോ? Can you reply in the chat? Second question എന്തായിരുന്നു? Second lease എന്തായിരുന്നു scenario? Second lease ന്റെ scenario എന്തായിരുന്നു? The second lease was signed on 1st October 2080 for a period of 9 months, and it relates to an acquisition of a small laptop computer. അപ്പോൾ ഇത് 9 monthsലേക്കാണ് അവർ എന്ത് ചെയ്തേക്കുന്നത്, ലീസ് അക്കൗണ്ട് ചെയ്തേക്കുന്നത്. ലീസ് പീരീഡ് 9 months ആണ്. അപ്പൊ ലീസ് പീരീഡ് 9 months ആണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ലീസിൽ വരും മക്കളെ? ലീസ് പീരീഡ് 9 months ആണെങ്കിൽ ഇത് എന്ത് ടൈപ്പ് ലീസ് ആയിരിക്കും? ഷോർട്ട് ടേം ലീസ് ആണ്. അപ്പൊ ഷോർട്ട് ടേം ലീസ് ആണെങ്കിൽ IFRS 16 ആണോ അപ്ലൈ ചെയ്യേണ്ടത്? അല്ല, ഷോർട്ട് ടേം ലീസ് ആണെങ്കിൽ ഇറ്റ്സ് ആൻ എക്സംഷൻ അല്ലെ. IFRS 16 ഒരു എക്സംഷൻ ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ അതെങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നത്? വാട്ട് എവർ ദ ടോട്ടൽ എക്സ്പെൻസ്, അത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ബേസിസിൽ ഓവർ ദ പീരീഡ് എന്ത് ചെയ്താൽ മതി, അക്രൂവൽ ബേസിസിൽ അക്കൗണ്ട് ചെയ്താൽ മതി. അല്ല ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡു വി നീഡ് ടു റെക്കഗ്നൈസ് ലയബിലിറ്റി? നോ, വേണ്ട. അസറ്റിനെ ബുക്സിൽ റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോ. അപ്പോൾ ബേസിക്കലി ഒരു നോർമൽ റെന്റ് എഗ്രിമെന്റ് പോലെ എന്താണോ നിങ്ങളുടെ ഓവറോൾ ആ എക്സ്പെൻസ് ഓൺ ദ ലീസ്, ആ എക്സ്പെൻസിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ക്യാഷ് കൊടുക്കുന്നതിന്റെ ബേസിസിലല്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഓവർ ദ പീരീഡ് ആയിട്ട് എന്ത് ചെയ്യുക, എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. So the second lease was signed for 9 months and it relates to an acquisition of a small laptop computer. The accountant has decided to capitalize the cost of the computer and recognize lease liability. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. So he said that it will lead to a consistent treatment with respect to the first lease above and improve comparability, which he claims is a fundamental characteristic of useful information. അപ്പോൾ അത് കമ്പയറബിലിറ്റിനെ അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബട്ട് കമ്പയറബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു റോങ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ബിക്കോസ് ഈ ഒരു 9 months ആണെങ്കിൽ അത് ഷോർട്ട് ടേം ലീസിന്റെ കാറ്റഗറിയിലായിരിക്കും വരുന്നത്. ഷോർട്ട് ടേം ലീസിനെ അക്കൗണ്ട് ചെയ്യാൻ നമുക്ക് ഓൾറെഡി ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ IFRS 16 തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു മെഷർ അബൌട്ട് ദാറ്റ് ഗൈഡ് ലൈൻ അല്ലെ. അപ്പൊ എന്താ ഷോർട്ട് ടൈം ലീസിന്റെ ഗൈഡ് ലൈൻ നമുക്ക് പറഞ്ഞുള്ളത്? വി നോ ദാറ്റ് കൺസിസ്റ്റൻസി ആൻഡ് കമ്പാരബിലിറ്റി ആർ നോട്ട് ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂസ്ഫുൾ ഇൻഫർമേഷൻ. എന്താണ് ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? നമ്മുടെ അക്കോർഡിംഗ് ടു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് നമ്മുടെ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? relevance and faithful. റെലവൻസ് ആൻഡ് ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഒരു കാര്യം റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക, അത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് വഴി ഫോളോ ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് റെലവെന്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ പറയുന്നത്. അപ്പൊ കമ്പാരബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റോങ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. Okay, to show a true and fair view, it is necessary to follow the requirements of relevant accounting standard. So while the default accounting treatment of leases is indeed to recognize a right to use of asset and corresponding liability, there is an assumption of immaterial, that is low value lease and leases less than 1 year. അപ്പൊ രണ്ട് സിറ്റുവേഷനിലാണ് നമുക്ക് എസംഷൻ കിട്ടുന്നത് ലീസിൽ. IFRS 16 എസംഷൻ കിട്ടുന്ന രണ്ട് സിറ്റുവേഷനിലാണ്. എന്തൊക്കെ കേസിലാണ് നമുക്ക് എസംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? assumption of lease രണ്ട് സിറ്റുവേഷനിലാണ്. ദാറ്റ് ഈസ് ലോ വാല്യൂ ലീസും പിന്നെന്തായിരുന്നു ഷോർട്ട് ടേം ലീസും ആണ്. അപ്പോ ഇവിടെ ഒരു ഷോർട്ട് ടേം ലീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് പൊസസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫോളോ a straight line method of allocating the expense. So it qualifies for on both accounts. കാരണം ഒന്ന് ലോ വാല്യൂ ലീസ് ആണ്, ലോ വാല്യൂ ഉള്ള ഒരു കമ്പ്യൂട്ടർ എക്യുപ്മെന്റ് ആണത്. അപ്പൊ ലോ വാല്യൂ ലീസിന്റെ ആ ഒരു ക്യാരക്ടർ അത് മീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഫോർ ലെസ് ദാൻ 12 months. ഇപ്പൊ 9 months ആയതുകൊണ്ട് ഷോർട്ട് ടൈം ലീസിന്റെ റിക്വയർമെന്റ് ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്. So such leases are simply expensed in the profit on a straight line basis with no right to use of asset should be recognized. So the proposed accounting treatment in accordance with IFRS 16 are not justified here. അപ്പോൾ ഇവർ ചെയ്തേക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യുക? കറക്റ്റ് അല്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ബേസിസിൽ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്താൽ മതി എന്ന് പറയാം. Is that clear everyone? ഇതൊക്കെയാണ് എല്ലാവർക്കും? Is it clear, guys? Yes. So now exhibit 2. Exhibit 2 എന്തായിരുന്നു? With respect to a share-based payment scheme ആണ്. So read exhibit number 2. Second question എന്താന്ന് നോക്കിയേ. Last year, Raipur introduced a bonus scheme. അപ്പൊ ഈ ബോണസ് സ്കീം എന്ന് പറയുമ്പോൾ അതെന്താണ്? ഷെയർ ബേസ്ഡ് പേയ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. ആ ഷെയർ ബേസ്ഡ് പേയ്മെന്റിൽ ഇത് ക്യാഷ് സെറ്റിൽഡ് ആണോ അതോ ഇക്വിറ്റി സെറ്റിൽഡ് ആണോ? Is it Cash. cash settled or equity settled? ഇവിടെ ക്യാഷ് ബോണസ് ആണ് കൊടുക്കുന്നത് അല്ലെ. So last year Raipur introduced a bonus scheme and all 300 employees were given the right to receive a cash bonus in 4 years time based on the share price at the time compared to the share price on the date of the bonus issue was introduced. To be entitled to the bonus, the employee must still be employed on the vesting date. അപ്പോൾ 3 years company നിൽക്കണം, 4 years. A Tom, a shareholder of Raipur, does not understand how bonus scheme should be accounted for. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. And he is concerned that by granting share-based payment, will it negatively impact the basic and diluted EPS of Raipur and result in a cash outflow in the current accounting period. So, ഇതിന്റെ ജഡ്ജ്മെന്റ് എന്താണ്? വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഓൺ ബേസിക് ആൻഡ് ഡൈലൂട്ടഡ് EPS? ഇപ്പൊ ബേസിക് EPS എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ EPS എന്തെങ്കിലും ഇമ്പാക്ട് വരുമോ? ക്യാഷ് സെറ്റിൽ ഷെയർ ബേസ് പേയ്മെന്റിന് ഈ വർഷത്തെ EPS എന്തെങ്കിലും ഇമ്പാക്ട് വരുമോ? Cash settled ആണ്. So will it have any impact on the basic EPS? EPS ഇമ്പാക്ട് വരൂ? വരത്തില്ല. ക്യാഷ് പേയ്മെന്റ് അല്ലേ നടത്തുന്നത്? എന്നാണോ? ക്യാഷ് പേയ്മെന്റ് അല്ലേ നടത്തുക? ക്യാഷ് പേയ്മെന്റ് ആണ്. എന്താണ് ഇതിന് എൻട്രി? ക്യാഷ് സെറ്റിൽഡ് ആണെങ്കിൽ നമ്മുടെ എൻട്രി എന്താ? എക്സ്പെൻസ് റെക്കഗ്നൈസ്. ഡെബിറ്റ് എക്സ്പെൻസ് അല്ലേ? എക്സ്പെൻസ് എന്ന് പറയുന്നത് P&L പോകും.
അപ്പോൾ P&L എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്തിനെ എഫക്ട് ചെയ്യും? ഏർണിങ്സ് റീറ്റെയിൻ ഏർണിങ്സിനെ എഫക്ട് ചെയ്യും. അപ്പോൾ റീറ്റെയിൻ ഏർണിങ്സിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇമ്പാക്ട് വിൽ ഹാപ്പൻ ഓൺ യുവർ EPS. ഇനി ക്രെഡിറ്റ് ഇക്വിറ്റിയിലോട്ടല്ല പോകുന്നത്, ക്രെഡിറ്റ് എങ്ങോട്ടാ പോകുന്നത്? ലയബിലിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്തും അഗെയിൻ ദർ ഇസ് ആൻ എക്സ്പെൻസ്, ലയബിലിറ്റി ഇൻക്രീസ് ആവുകയാണ്. സോ അൾട്ടിമേറ്റ്ലി വി ക്യാൻ സേ ദാറ്റ് ബേസിക് EPS വിൽ ഗെറ്റ് അഫക്റ്റഡ്. പക്ഷെ ഫ്യൂച്ചറിൽ ക്യാഷ് ഔട്ട്ഫ്ലോ വരും. അപ്പോൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോസിൽ അതിന് ഇമ്പാക്ട് വരുന്നുണ്ടാവും. ബട്ട് വൺ തിങ് ടു ബി നോട്ടഡ്, അത് എന്തിനെ അഫക്ട് ചെയ്തില്ല? ഡയലൂട്ടഡ് EPSന് ഇമ്പാക്ട് വരുന്നില്ല. ഡയലൂട്ടഡ് EPS എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചറിൽ EPS കുറയാനുള്ള സാധ്യതയാണ്. അപ്പൊ ഫ്യൂച്ചറിൽ EPS കുറയുമല്ല, ആക്ച്വലി നമ്മൾ ക്യാഷ് പേ ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലയബിലിറ്റി കുറയുവാണ്. സോ ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ ഏർണിങ്സ് ഇൻ എ വേ. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഷെയർ ഇഷ്യൂ നടക്കുന്നില്ല. ഇപ്പോ ക്യാഷ് സെറ്റിലിന് പകരം ഇക്വിറ്റി സെറ്റിൽഡ് ആയിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചേനെ? ഫ്യൂച്ചറിൽ there is a chance that it can get converted into potential shares. So that will affect your EPS in future if it was equity settled share based payment. പക്ഷെ ഇവിടെ എന്തല്ല, ഇക്വിറ്റി സെറ്റിൽഡ് അല്ല, ഇതെന്താണ്? ക്യാഷ് സെറ്റിൽഡ് ആണ്. അപ്പൊ എന്തിനു മാത്രമേ ഇമ്പാക്ട് വരത്തുള്ളൂ? ഫണ്ടമെന്റലി ബേസിക് EPS will get affected. ഡയലൂട്ടഡ് EPSന് ഇമ്പാക്ട് ഉണ്ടോ? ഡയലൂട്ടഡ് EPS ഇമ്പാക്ട് വരുമോ മക്കളെ? ഇല്ല. ഡയലൂട്ടഡ് EPS ഇമ്പാക്ട് വന്നെങ്കിൽ ഫ്യൂച്ചറിൽ ഒന്നെങ്കിൽ പ്രോഫിറ്റ് കുറയാനോ അല്ലെങ്കിൽ ഷെയർസ് കൂടാനോ ഉള്ള സാധ്യത നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത് പറയുന്നതാണ് ഡയലൂട്ടഡ് EPS വരും. പക്ഷെ ഇവിടെ ഫ്യൂച്ചറിൽ എന്ത് വരുന്നില്ല? ഷെയർ ഇഷ്യൂ വരുന്നില്ല. Is it clear everyone? Okay. So അതിന്റെ ആൻസർ പാർട്ട് നമുക്ക് നോക്കാം. So just look at the answer. A share based payment is an area of വായിച്ചു നോക്കിയേ. Share-based payment occurs when an entity buys goods or service from other parties. അപ്പോൾ ആദ്യം നമ്മൾ knowledge part പറയാം. It will be either employees or non-employees and will settle the amounts payable by issuing either shares or share options or incurs liability for cash payment based on its share price. So we have to mention that knowledge part. അപ്പോൾ ആദ്യം knowledge part ആണ് പറയേണ്ടത്. Now Raipur has created a cash settled share-based payment
that is a share appreciation rights, as the employees will be entitled for a cash bonus. And there is no potential equity recognized. So share appreciation rights do not trigger a dilution of equity. So no diluted EPS is necessary. But diluted EPS calculation avashyamundo? Do we need to make an impact on the diluted EPS? No. Now, in the current statement of financial position for 31st December 2080, the Raipur will need to recognize a liability due to employees, and recognition of the liability will increase gearing and thus presumption of risk. The measurement of liability will be based on the fair value of share appreciation rights at the reporting date. About the valuation and measurement part, because cash settled grand date account cash settled measurement fair value as per the reporting date. Mentioned here, and proportion of 300 employees they are expected to vest being employed when the scheme matures, and it will also reflect a 4-year scheme, and that only 2 years have lapsed. But 2 years in expense on the pass off no recognize. And there will be also a corresponding expense charge against profit. This is in accordance with matching concept. So as profit will be reduced, this will decrease the earnings per share. But basic EPS and impacted down. So it is hoped that bonus schemes will incentive staff to work harder, and it will improve the offset additional expenditures. So our assume employees need your offer automatically motivated out, they will perform better. So maybe there is a chance that decrease in earnings because of this expense will get compensated by the benefit that we receive from the employees. So in the current accounting period, there is no cash outflow, and Raipur will be only required to settle obligation once the 4-year vesting period is over. About directors or shareholder level confusion this year cash payment cash payment the current accounting period, as of now, there should not be any cash flow. Cash pay once the vesting period is over, cash outflow. So this were the confusions that the investors have. But shareholder confusion EPS will impact cash outflow. So we have to address those issues as well. So explain. Is it clear, everyone? Here part okay. So just go through the answer. Share based payment answer okay.
Is it done, guys? Answer clear ആണോ അതിന്റെ? Okay, so shall we do the next question? So next exhibit on the so with respect to the impairment loss part, so here Raipur company purchased 100% shares of the company several years ago, Nagpur, as a CGU. So subterranean CGU ആണ് കൺസിഡർ ചെയ്യുന്നത്. Goodwill വന്നിരിക്കുന്നത് 2 million ആണ് before the impairment review. The carrying amount of the net assets are 10 million, but the tax base is 7 million. The impairment review of Nagpur revealed മൊത്തം impairment എത്ര ഉണ്ട്? 3.6 million impairment loss under. So directors wish to know how the impairment loss should be accounted for and how it will affect the accounting for deferred tax. So impairment losses are not allowable expense for tax purpose. So ഈ impairment impact എവിടെ വരത്തില്ല? അത് allowed ഒരു എക്സ്പെൻസ് അല്ല. നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യും, നമ്മളത് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കും. പക്ഷെ അത് ആര് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കാൻ സമ്മതിക്കത്തില്ല? ടാക്സ് അതോറിറ്റീസ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കാൻ സമ്മതിക്കത്തില്ല. ക്ലിയർ ആണോ? ഫൈൻ. അപ്പൊ ഇമ്പയർമെന്റ് ലോസിന്റെ കേസ് വരുമ്പോൾ ഇവിടെ ടോട്ടൽ ഇമ്പയർമെന്റ് ലോസ് അവർ കൺസിഡർ ചെയ്യുന്ന എത്ര മക്കളെ? വാട്ട്സ് ദ ഇമ്പയർമെന്റ് ലോസ് ദേ എക്സ്പെക്ട്? 3.6. 3.6. അത് നമ്മളപ്പോ അലക്കേറ്റ് ചെയ്യണ്ടേ? അപ്പൊ എങ്ങനെ അലക്കേറ്റ് ചെയ്യുന്നേ ഇമ്പയർമെന്റ് ലോസ്? 2 million good. Yes. So we have to allocate the impairment loss to goodwill and net assets. Goodwill ലോട്ട് നെറ്റ് അസറ്റ്സിലോട്ടാണ് നമ്മൾ ഇമ്പയർമെന്റ് ലോസ് അലക്കേറ്റ് ചെയ്യേണ്ടത്. ഇതിന്റെയൊക്കെ ക്യാരിങ് വാല്യൂ, ഇമ്പയർമെന്റ് ലോസ്, ദെൻ റിക്കവറബിൾ എമൗണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണല്ലോ നമ്മൾ അലക്കേഷൻ പോകേണ്ടത്. ഫൈൻ. സോ ഗുഡ്വില്ലിന്റെ ക്യാരിങ് വാല്യൂ എത്രയാണ്? How much is the carrying value of goodwill? 2. And what is the carrying value of net assets? 10. So total നമുക്കറിയാം impairment loss മൊത്തം എത്രയാണ് അവർ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്? 3.6 ആണ്. So when we are allocating impairment to a CGU, CGU-യിലേക്ക് നമ്മൾ impairment allocate ചെയ്യുന്ന സമയത്ത് what's the pattern we should follow? ആദ്യം നമ്മൾ impairment ചാർജ് ചെയ്യുന്ന ആർക്കായിരിക്കും? Goodwill. Specified destroyer. Allocate the impairment to goodwill till goodwill reaches to 0. ബാക്കി എത്രയാണ് അപ്പോ? 1.6. 1.6. ആ 1.6 ആയിരിക്കും നമ്മൾ എങ്ങോട്ട് അലക്കേറ്റ് ചെയ്യുന്നത്? So the carrying value is coming up to how much? Carrying value എത്രയാണ്? നെറ്റ് അസറ്റ്സിന്റെ ബുക്സിന്റെ carrying value എത്ര? 8.4. അപ്പോ ഈ carrying value എന്തിലോട്ട് affected ആവും? They said that according to their books, for tax purpose, net assets in the value over for tax base, as tax base, our net assets in the value 7 million. For 7 million in a impairment koreo? Illa. For tax base 7 million on. Now the carrying value of net assets നമ്മുടെ ബുക്സ് പ്രകാരം എത്രയാണ്? After impairment charges, which is 8.4. So there is a difference. എത്രയാണ് ഡിഫറൻസ്? 1.4. So this is temporary difference ആണ്, but we need to know whether this difference is taxable or deductible. അപ്പൊ ഇതൊരു അസറ്റ് ആണല്ലോ. അസറ്റിന്റെ കേസിൽ ക്യാരിങ് വാല്യൂ ഹയർ ദാൻ ടാക്സ് ബേസ് എന്ന് പറയുവാണെങ്കിൽ Taxable. Taxable temporary difference. ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്. അപ്പൊ ഡിഫറൻസ് എമൗണ്ട് നമുക്ക് ഇൻറ്റു ടാക്സ് റേറ്റ് എത്ര വരുന്നത്? 30. അല്ല അറിയില്ല. How much was the tax rate? 30% ആണോ? Yes, assume tax rate is 30%. So that should be booked as your accounting entry and the debit, deferred tax, expense, credit, deferred tax, liability.
ലയബിലിറ്റി അല്ലേ? So in accounting treatment ആണ് റിക്വയർമെന്റ് ചോദിച്ചിരിക്കുന്നത്. So in the requirement they have asked for this accounting treatment with suitable computations ആണ് നമ്മളോട് calculation ആണ് ചോദിച്ചത്. So impairment loss നെ എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നുള്ളത്. So is that clear everyone? ആ പാർട്ട് ഓക്കെ ആണ് എല്ലാവർക്കും? Any doubts? So then അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. സോ ഇമ്പയർമെന്റ് ലോസിന്റെ ആ ഒരു നോട്ട് ക്ലിയർ ആണോ? Any doubts? Fine. Now financial assets നോക്കിയാലോ? Shall we move to the financial asset part? Yes. ക്ലിയർ അല്ലടാ? എല്ലാവർക്കും ഓക്കെ അല്ലേ അത്? ഇമ്പയർമെന്റ് ആ പാർട്ട്, ഇമ്പയർമെന്റ് ലോസ് നമ്മൾ അലക്കേറ്റ് ചെയ്തു ഗുഡ്വില്ലേക്കും അതേപോലെ തന്നെ നമ്മളുടെ നെറ്റ് അസറ്റ്സിലേക്കും. ആഫ്റ്റർ ദ അലക്കേഷൻ നമുക്ക് കിട്ടിയ ക്യാരിങ് വാല്യൂവിനെ ടാക്സ് ബേസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. സിൻസ് ക്യാരിങ് വാല്യൂ ഇസ് ഹയർ ദാൻ ടാക്സ് ബേസ് ഇറ്റ് വിൽ ക്രിയേറ്റ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഇത്രയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇവിടെ. എനി ഡൗട്ട്സ്? ഈ ഒരു കാൽക്കുലേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, പെർഫെക്റ്റ്. Now ഇനി ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ കേസിലോട്ട് വരുമ്പോൾ അഗെയിൻ നമ്മൾ പറഞ്ഞു ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വീണ്ടും പറയുന്നതാണ്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ്. സോ നൗ എക്സിബിറ്റ് നമ്പർ 4ലേക്ക് പോവുകയാണെങ്കിൽ ഓൺ 1st January Raipur purchased a 300 million of bonds at par. The bonds are due to be redeemed at premium in 10 years time, with Raipur receiving a 10% interest annually in arrears. The effective rate on the bonds is 15%. Raipur often holds the bonds until the redemption date, but will sell prior to maturity if the investments with higher returns become available. So, ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റിന്റെ മോഡൽ സബ്സിക്വന്റ്ലി നിങ്ങൾ ചൂസ് ചെയ്യുന്ന മോഡൽ ഏതാണ്? അക്കൗണ്ടിങ് മോഡൽ ഏതായിരിക്കും ഇവിടെ? Fair value through OCA. Fair value through OCA. കാരണം എന്താ? It is mentioned there the company do have an objective to hold this until the maturity. At the same time, ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ, ഹയർ റിട്ടേൺസ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഇവർ വിൽക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പോൾ ഹയർ റിട്ടേൺസ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ വിൽക്കും എന്നുണ്ടെങ്കിൽ അവിടെ ഏത് മോഡൽ നമ്മൾ ചൂസ് ചെയ്യണ്ടേ? വിച്ച് മോഡൽ വി ഹാവ് ടു ചൂസ്? ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? FET OCA-യിലേക്കാണ് ലീഡ് ചെയ്യുന്നത് അല്ലെ? So the bonds are deemed to have a lower credit risk at the inception. അപ്പോൾ ലോവർ ക്രെഡിറ്റ് റിസ്ക് ആണ് ഇൻസെപ്ഷനിൽ. അപ്പൊ ഇൻസെപ്ഷനിൽ ലോവർ ക്രെഡിറ്റ് റിസ്ക് ആണെങ്കിൽ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട അലവൻസ് എത്ര ആയിരിക്കണം? പറഞ്ഞേ. 12 months ക്രെഡിറ്റ് ലോസ് അലവൻസ്. അപ്പൊ ഈ ഓരോ നോളജ് പാർട്ട് നിങ്ങളുടെ മൈൻഡിൽ അപ്പൊ തന്നെ വരണം കേട്ടോ. അത് അപ്പൊ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പോവുക. സോ ഒന്ന് ഈ മോഡലിന്റെ കാര്യം ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് ഇനിഷ്യൽ മെഷർമെന്റ് ലെവൽ റെക്കഗ്നൈസ് ചെയ്യുന്നത് 12 months അലവൻസ് ആണെന്നും കിട്ടി. Now the fair value of the investment in the bond at 30th December is 250 million based on the information available at 30th December 2006. The bonds are deemed to have a higher credit risk. അപ്പോൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് എത്തിയപ്പോഴത്തേക്കും എന്തായി? എത്രയായി? നമ്മുടെ ക്രെഡിറ്റ് ലോസ് ഇൻക്രീസ് ചെയ്തു, ഹയർ ക്രെഡിറ്റ് റിസ്ക് ആയി. അപ്പൊ 12 months should be replaced with a 12 months replace ചെയ്ത് എന്താവണം? ലൈഫ് ടൈം വരണം അല്ലെ? The financial team of Raipur calculated the 12 months expected credit loss as 1 million on 1st January, that is at the initial measurement, and lifetime credit losses as on 30th December at 10 million. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ലോസ് കൂടിയത് കൊണ്ട് that 12 months should get revised with a lifetime expected credit loss allowance അല്ലെ? ഓക്കെ, അപ്പൊ ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അഗൈൻ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ, ആസ് ഓൺ 1st January നമ്മളുടെ അസറ്റിന്റെ വാല്യൂ എത്രയാണ്? ഫിനാൻഷ്യൽ അസറ്റിന്റെ എത്ര രൂപയുടെ ബോണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്? യെസ്, വി ആർ
including bonds worth 300 million. Now, effective rate എത്രയാണ്? What's the effective rate? എത്രയായിരുന്നു ക്വസ്റ്റൻ ആദ്യം effective rate പറഞ്ഞേ? 15%. അപ്പോൾ 15% ആയിരിക്കും effective rate വരുന്നത്. So the financial asset ആണ്, so we can add it. Less, how much is the interest received? How much is the annual interest received? 10%. So closing amount എത്ര വരുന്നത് നമ്മുടെ carrying value? How much is the closing amount, guys? $315 വരും. ക്ലിയർ ആണോ എല്ലാവർക്കും? Any doubts? ഈ കാൽക്കുലേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ, സോ നൗ ദേ ആർ എക്സ്പെക്ടിങ് ക്രെഡിറ്റ് ലോസസ്. അപ്പോൾ എക്സ്പെക്ടഡ് ക്രെഡിറ്റ് ലോസ് 12 months allowance നമ്മൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്ത് എത്രയാണ്? 12 months allowance നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് എത്ര മക്കളെ? 1 million. ആൻഡ് ദ എക്സ്പെക്ടഡ് ക്രെഡിറ്റ് ലോസ് അറ്റ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് ആയപ്പോഴത്തേക്ക് എത്ര ആയി? അത് ലൈഫ് ടൈം ക്രെഡിറ്റ് ലോസ് അലവൻസ് ആയി, which is how much? From 1 million എത്ര ആയി? It is increased to 10 million. And the fair value, നമ്മുടെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫെയർ വാല്യൂ അറ്റ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? The fair value of the investment at the reporting date is how much? 250. അപ്പൊ FET OCI മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു ഫണ്ടമെന്റൽ സ്കെലിറ്റൽ നമ്മൾ എന്ത് ത്രൂ ഉണ്ടാക്കും? ത്രൂ amortized cost മോഡൽ ചെയ്യും. പക്ഷെ carrying value should be remeasured to its fair value നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഫെയർ വാല്യൂക്കുള്ള റീമെഷർമെന്റ് പോകണം. സോ ഹൗ മച്ച് ഇസ് ദ ഫെയർ വാല്യൂ ലോസ് ഹിയർ? എത്രയാണ് ഫെയർ വാല്യൂ ലോസ് എന്ന് പറയാമോ? $65. So there is a higher credit risk as it reaches reporting date. So we need to recognize a loss of credit loss allowance of lifetime, which is 10 million. So already നമ്മൾ 1 million recognize ചെയ്തു ഇനിഷ്യലി. അപ്പോൾ സബ്സിക്വന്റ്ലി എത്ര വന്നേ? 10 million ആണ്. സോ ഹൗ മച്ച് ഇസ് ദ ഓവറോൾ ഇൻക്രീസ്? ഇൻക്രീസ് ഇൻ അലവൻസ് എത്രയാണ് മക്കളെ? 11 നമ്മൾ വീണ്ടും റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ മൊത്തം അലവൻസ് നമ്മൾ വീണ്ടും റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. We only need to account for the movement. So how much is the increase in allowance? 9 million. അപ്പൊ FET OCI മോഡൽ ആയതുകൊണ്ട് ഇത് നമ്മൾ ചാർജ് ചെയ്തത് എങ്ങോട്ട് തന്നെ ആയിരിക്കും? എഫക്റ്റീവ്ലി OCIയിലോട്ട് തന്നെ ആയിരിക്കും. Is it clear everyone? So in accounting treatment clear ആണോ എല്ലാവർക്കും? So ഇവിടെയും കാൽക്കുലേഷൻ ആണ് കൂടുതലും വരുന്നത്. So you just need to explain those calculations. സാർ ഫൈനാൻഷ്യൽ അസറ്റിന്റെ ക്യാരിങ് വാല്യൂ എത്ര വരിക? 250 ഈ 9 മൈനസ് ചെയ്തിട്ടുള്ള നെറ്റ് അസറ്റ്സിൽ വരുന്ന സമയത്ത് ഇനി നമ്മൾ 9 മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി 250 ആക്കിയിട്ടുണ്ടല്ലോ.
നമ്മൾ ജസ്റ്റ് അതിന് എൻട്രി മാത്രം പാസ് ചെയ്താൽ മതി. ഡെബിറ്റ് ടു പി ആൻഡ് എൽ. അത് ശരിക്കും അലവൻസ് വന്നുകൊണ്ട് അത് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, പി ആൻഡ് എല്ലോട് ചാർജ് ചെയ്യും ഫ്രം ഒ സി ഐ. ഒ സി ഐ എന്നത് റീക്ലാസിഫൈ ചെയ്തിട്ട് ആ മൂവ്മെന്റ് നമ്മൾ പി ആൻഡ് എല്ലോട് ചാർജ് ചെയ്യണം. സെക്കൻഡ് ഇയറിൽ എഫക്റ്റീവ് ആ ഒരു 315 മേലെ വരും. F315 മേലെ. അടുത്ത വർഷം ഓപ്പണിംഗ് വരുന്നത് 315 ആയിരിക്കും. ഓപ്പണിംഗ് 315 ആണോ? ഓപ്പണിംഗ് 315 ആണ്. കാരണം നമ്മുടെ ആ ഒരു മോഡൽ കറക്റ്റ് ആയിട്ട് പോകണമെങ്കിൽ അത് വേണം. ഫെയർ വാല്യൂ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് 0 വരത്തില്ല. അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ വെച്ചിട്ട് ക്യാരിങ് വാല്യൂ തന്നെ പോകണം. കേട്ടോ? ഓക്കെ. അതൊന്നും അവിടെ ആ ഒരു പാർട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ബേസിക്കലി യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഈ ഒരു ഇമ്പയർമെന്റ് പോർഷൻ മാത്രം പറഞ്ഞു പോയാൽ മതി. ക്ലിയർ ആണോ? ഇപ്പൊ ഇമ്പയർമെന്റ് ലോസിന്റെ പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത് കാൽക്കുലേഷൻ ക്ലിയർ ആണോ മക്കളെ? ആ കമ്പ്യൂട്ടേഷൻ അത്രയും ഉള്ളതുകൊണ്ട് കാൽക്കുലേഷൻ പാർട്ട് നിങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രം പോവുക. ഇവിടെ ഒത്തിരി എഴുതാനായിട്ടൊന്നുമില്ല. പെർഫെക്റ്റ്. ആ പറഞ്ഞു. ഇവിടെ ഈ അസറ്റ് അപ്പം ഈ ബോണ്ട് അപ്പം ഇമ്പയർഡ് ആയിട്ടുണ്ടോ? ഇല്ല. അലവൻസ് മാത്രമേ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. ഇമ്പയർമെന്റ് വന്നിട്ടില്ല. ഇമ്പയർമെന്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഫെയർ വാല്യൂ അസറ്റിന്റെ വാല്യൂ എന്നത് കുറച്ചേനെ. ഓക്കെ. ക്രെഡിറ്റ് ഇമ്പയർഡ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ എഫക്റ്റീവ് റേറ്റ് എന്തിൽ കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ, ആ ഇമ്പയർമെന്റ് ലോസ് കുറച്ചിട്ടുള്ള എമൗണ്ടിൽ എഫക്റ്റീവ് റേറ്റ് അടുത്ത വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അലവൻസ് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഗ്രോസ് എമൗണ്ടിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എഫക്റ്റീവ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ നോർമലി റിസീവബിൾസിലും അങ്ങനെയാണല്ലോ. റിസീവബിൾസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ ലോസ് ആണ്. അപ്പോൾ അത് ശരിക്കും ഇമ്പയർമെന്റ് വന്നിട്ടില്ല. സോ അലവൻസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും, ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് ബി ഷോൺ ടു യുവർ മെയിൻ എഫ്എസ്. മെയിൻ എഫ്എസിൽ നമ്മൾ എഫക്റ്റീവ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല, അലവൻസ് നമ്മൾ ഡിഡക്ട് ചെയ്യത്തില്ല. ഇനി ഓരോ ക്രെഡിറ്റ് ഇമ്പയർഡ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ലെറ്റ്സ് സേ ഒരു 10 മില്യൺ ക്രെഡിറ്റ് ഇമ്പയർഡ് വന്നു കഴിഞ്ഞാൽ ദെൻ ആ 315 മില്യൺ മൈനസ് 10 മില്യൺ ആ എമൗണ്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അടുത്ത വർഷം എഫക്റ്റീവ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക. ഓക്കെ ആണോ? ഈ 10 മില്യണില് ഇപ്പൊ 9 മില്യൺ കാണിക്കാനുള്ള കാരണം 1 മില്യൺ ഫസ്റ്റത്തെ ആ ഇയറിലെ ആയിരുന്നു, അത് കഴിഞ്ഞത് കൊണ്ടല്ലേ? അതെ. 1 മില്യൺ നമ്മുടെ ഓപ്പണിംഗ് അലവൻസ് ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ 1 മില്യണിൽ നിന്ന് 10 മില്യണിലേക്ക് ഇൻക്രീസ് ആയി. സോ ദാറ്റ് ഇൻക്രീസ് ഷുഡ് ബി ഷോൺ ടു പി ആൻഡ് എൽ ആൻഡ് ക്രെഡിറ്റ് ഷുഡ് ഗോ ടു ഒ സി ഐ. FET OCA മോഡൽ ആയതുകൊണ്ട് ക്രെഡിറ്റ് ഇങ്ങോട്ട് പോകും. അസറ്റിന്റെ വാല്യൂലോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അസറ്റ് ഈസ് ഓൾറെഡി ഷോൺ അറ്റ് ഫെയർ വാല്യൂ. സോ ക്രെഡിറ്റ് ഷുഡ് ഗോ ടു OCA. ഓക്കെ ആണോ? Is it clear everyone? Okay. So now the last and final question, which is with respect to mainly revenue in the baseline of question ചോദിച്ചിട്ടുള്ളത്. So first one, sale of product with right of return ആണ്. So sale of product with right of return എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് എന്തായിരിക്കും, നമ്മൾ പഠിച്ചതാണ് IFRS 15. സോ അതിൽ സെയിൽ ഓഫ് പ്രൊഡക്റ്റ് വിത്ത് റൈറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരേണ്ട ഒരു കണ്ടന്റ് ഏതാണ്, വേരിയബിൾ കൺസിഡറേഷൻ ആയിരിക്കണം അല്ലെ. അതേപോലെ സെയിൽസ് വിത്ത് വോളിയം ഡിസ്കൗണ്ട് ഇൻസെന്റീവ് എന്ന് പറഞ്ഞാലും അവിടെയും എന്തുണ്ട്, കൺസിഡറേഷൻ വേരിയബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് പെട്ടെന്ന് അപ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് വരിക. കാരണം എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ, കാരണം ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റ് ഒക്കെ ആകുമ്പോൾ അതെന്താ, വേരിയബിൾ കൺസിഡറേഷൻ വരാനുള്ള ചാൻസ് ഹൈ ആണ്. നമ്മൾ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാലും ഇത്ര ദിവസങ്ങളിൽ റിട്ടേൺ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അവിടെ കൺസിഡറേഷൻ അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, വേരിയബിൾ ആയിരിക്കും. സെയിം വേ വിത്ത് വോളിയം. വോളിയമിന്റെ പ്രശ്നം എന്താ, വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയും ആദ്യത്തെ 1000 എണ്ണം വിൽക്കുകയാണെങ്കിൽ ഇത്ര ആയിരിക്കും റവന്യൂ. പക്ഷെ ഈ വർഷം മൊത്തം 5000 സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ വിൽ ഗീവ് അറ്റ് എ പ്രൈസ് ഓഫ് എ ലോവർ പ്രൈസ്.
അപ്പോൾ റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ലോവർ എമൗണ്ടിലായിരിക്കണം. ഇഫ് ദർ ഇസ് എ പ്രോബിലിറ്റി ദാറ്റ് സെയിൽ എമൗണ്ട് വിൽ എക്സീഡ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, അപ്പൊ ഇവിടെ ഒക്കെ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോളജ് എന്താണ്? വേരിയബിൾ കൺസിഡറേഷൻ ആണ്. അപ്പൊ ബിഫോർ മൂവിങ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ ആ നോളജ് പാർട്ട് ഓർത്തിരിക്കാം. അപ്പൊ വേരിയബിൾ കൺസിഡറേഷൻ ആണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പിൾ എന്താ? വേരിയബിൾ കൺസിഡറേഷൻ ആകുമ്പോൾ നമ്മൾ മൊത്തം റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പാടുണ്ടോ? പ്രോബബിൾ ആയിട്ടുള്ള പ്രോബബിൾ ആയിട്ടുള്ള എമൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. എത്രത്തോളം എമൗണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളിവിടെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. ഈ നോളജ് ആണ് നമ്മുടെ മൈൻഡിൽ വരേണ്ടത്. ഓക്കെ, സോ നൗ റീഡ് ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, അതിന് വല്ല കണ്ടിജന്റ് അസറ്റോ അങ്ങനെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ അതിന്? ഇല്ല ഇല്ല ഇല്ല, നമുക്ക് ഉറപ്പുള്ളത് മാത്രം എന്താക്കിയാൽ മതി. ലിറ്ററലി നമ്മളിന്ന് ആ സാധനം പോയില്ല, അതിന് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഇല്ല, തൽക്കാലം അത് പോസ് ചെയ്ത് വെക്കാനേ ഉള്ളൂ. ആ ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ആവുന്ന എപ്പോഴായിരിക്കും? ആ ഒരു പീരീഡ് കഴിയുമ്പോഴേ ഉള്ളൂ. അല്ലാതെ ക്യാഷ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. ഓക്കെ, സോ ആൻസർ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചേ. ഓൺ 1st April 2060. അപ്പൊ അന്നാണ് സെയിൽസ് നടക്കുന്നത്. എത്ര രൂപയുടെ പ്രൊഡക്റ്റ് ആണ് അവർ വിറ്റതെന്ന് നോക്കിയേ. എത്ര രൂപയുടെ പ്രൊഡക്റ്റ് ആണ് അവർ വിറ്റേക്കുന്നത്? ആ 121,000. This amount is payable on 30 June 2002. The cost of the product for Manslu was 80,000. The customer has a right to return the product for a full refund at any time up to 30 June. അപ്പോൾ 30 ജൂൺ വരെ എപ്പോൾ വേണമെങ്കിലും പുള്ളിക്കാരൻ എന്ത് ചെയ്യാം? ഇത് റിട്ടേൺ ചെയ്യാം. അപ്പോൾ അതിനുശേഷം മാത്രമേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? റവന്യൂ കൺഫേം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. അത് ഗെറ്റിംഗ് ഇറ്റ്? അപ്പോൾ റവന്യൂ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നായിരിക്കണം? ഷുഡ് ബി അറ്റ് 30 June 2060 ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവിടെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. അത് ഗെറ്റിംഗ് ഇറ്റ്? So at 1st April 2080, the company M had no reliable evidence regarding the likelihood of return of the product by the customer. The product was not returned by the customer before June 30, 2080. So the right of the return for the customer got expired. അപ്പോൾ ആ എക്സ്പയർ ആയി എന്ന് തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം. അല്ലാതെ 1st April തന്നെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പാടുണ്ടോ? No, we should not recognize revenue at the date of sale. കാരണം ആ ഒരു റൈറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇറ്റ് ഈസ് സ്റ്റിൽ എക്സിസ്റ്റഡ് അറ്റ് 30 June 2080. സോ ദ റൈറ്റ് ഓഫ് റിട്ടേൺ ഫോർ ദ കസ്റ്റമർ എക്സ്പയറി വരുന്നത് നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോ? സോ ഓൺ both 1st April 2080 and 30 June 2080, the cash selling price of the product was how much it is? 100,000. Relevant annual rate of discounting rate is given, which is 10%. അപ്പോൾ ഇവിടെ മൊത്തത്തെ സനാരി എന്താണ്? പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നു, പക്ഷെ ക്യാഷ് എന്നാ കിട്ടുന്നേ? പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നു, ക്യാഷ് എന്നാ കിട്ടുന്നേ മക്കളെ? ക്യാഷ് എന്നാ കിട്ടുന്നത്? X2ലാണ്. 30 June 2002. അപ്പോൾ ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന് വേരിയബിൾ കൺസിഡറേഷൻ നോളജും പിന്നെ ടൈമിംഗ് ഡിഫറൻസ് വരുന്നുണ്ട്, ഫൈനാൻസിങ് കമ്പണന്റിന്റെ പാർട്ടും. അപ്പൊ ഇപ്പൊ ക്യാഷ് സെയിൽസ് നടക്കുവാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ പ്രൈസ് 100,000 ആണ്. മേ ബി ദാറ്റ് ഈസ് കൺസിഡറിംഗ് ദ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് 10%. അപ്പോൾ 10% വെച്ചിട്ടായിരിക്കും ഈ 121,000 ഫ്യൂച്ചറിൽ പേ ചെയ്യണമെന്ന് പറയുന്നത്. സോ ഇൻ എ വേ ഐ ക്യാൻ സേ ദാറ്റ് ആ 10% വെച്ചിട്ടുള്ള ഫ്യൂച്ചർ വാല്യൂ ഓഫ് 120,000 പ്രസന്റ് വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന 100,000 എന്ന് വേണമെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇൻ എ വേ. Okay, so how you are going to write the answer here? രണ്ട് പാർട്ട് ഉണ്ട് ഇവിടെ. ഒന്ന്, we have to discuss about the timing. ടൈമിങ്ങിന്റെ പാർട്ട് ഡിസ്കസ് ചെയ്യണം. then ആ മെഷർമെന്റ് പാർട്ടും ഡിസ്കസ് ചെയ്യണം. സോ ടൈമിങ്ങിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നേ? സോ ആസ് പെർ IFRS 15 നമ്മൾ എന്താ ടൈമിങ്ങിന്റെ ഭാഗം പഠിച്ചിട്ടുള്ളേ? whenever there is a significant timing difference, നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചേ? Yes, we have to find the
പ്രസന്റ് വാല്യൂ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? Then when it comes to the measurement, അപ്പോ നമുക്ക് എന്നായിരിക്കും റവന്യൂ മെഷർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നായിരിക്കും? The revenue should be measured on 30 June 20x0. എത്ര എമൗണ്ട് ആയിരിക്കും ഞാൻ റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നത്? 125,000 ആണോ 100,000 ആണോ? How much should be the revenue recognized? മക്കളെ റവന്യൂ എത്രയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? 121 ആണോ? അല്ല, ഇന്ന് 121. ഇന്ന് നമ്മൾ എത്ര ഇന്ന് നമ്മൾ കാണിക്കുന്ന 100,000 തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷെ 100,000 ക്യാഷ് കിട്ടിയോ നമുക്ക്? ഇല്ല. 100,000 ക്യാഷ് കിട്ടിയിട്ടില്ല. അപ്പൊ ഡെബിറ്റ് receivable 100,000, ക്രെഡിറ്റ് റവന്യൂ 100,000. ഇത് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആസ് ഓൺ ജൂൺ 20x0 ആയിരിക്കും. അപ്പൊ ആസ് ഓൺ ജൂൺ 20x0 നമ്മൾ എന്ത് ചെയ്യും? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യും. പക്ഷെ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല. സോ വി നോ ദാറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്ന വാല്യൂവിന്റെ ഇക്വലന്റ് ഒരു വാല്യൂ ആണ് 125,000ന്റെ ഇക്വലന്റ് വാല്യൂ ആണ്. X2 കിട്ടുന്ന 121,000 ഇക്വലന്റ് വാല്യൂ ആണ് ഈ 100,000 നമ്മൾ അസ്യൂം ചെയ്യും. ക്യാഷ് സെയിൽസ് ആയിരുന്നു ഇന്ന് അത്ര എമൗണ്ട് ആണ് കിട്ടേണ്ടത്. സോ ഈ 100,000 നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടാത്തതുകൊണ്ട് അതിനെ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യുക? വിൽ അക്കൗണ്ട് ഇറ്റ് ആസ് എ റിസീവബിൾ. ഓക്കെ ആണോ? അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒന്ന് എഴുതിക്കേ. So we have to discuss about two areas here. One എന്താ? ടൈമിങ്ങിനെ പറ്റി പറയണം. Then about the measurement as well. So just look at the answer. So the timing of recognition of revenue depends on the type of performance obligation the entity has under the contract with the customer. The performance obligation is a distinct promise to transfer goods or service to the customer. So revenue is recognized when or as a particular performance obligation is satisfied. That is, when the goods are sold, performance obligations are satisfied at the point of time. In such cases, revenue should be recognized at the point of control of goods transferred to the customer. With service agreements, the performance obligation is satisfied over the time. In such cases, the proportion of total revenue recognized should be the proportion of the performance obligation which satisfied over the period of time. Over the period of varam, even it should be based on the percentage of completion. അല്ല, ആ പോയിന്റ് ഓഫ് ടൈമിലാണ് കൺട്രോളർ ട്രാൻസ്ഫർ ആവുന്നതെങ്കിൽ ആ മൂമെന്റിൽ തന്നെ നമുക്ക് എന്ത് റെക്കഗ്നൈസ് ചെയ്യാം? റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് പോകാം അല്ലേ? Is it clear everyone? അപ്പോ ഇവിടെ ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അല്ല അവർ ചോദിച്ചിരുന്നത്. ബേസിക്കലി അത് എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രം കൊടുത്താൽ മതി. സോ ഇതിന്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ മാത്രം പറയാനാ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അണ്ടർലൈൻ പ്രിൻസിപ്പിൾ പറയാനാണ്. സോ ദാറ്റ്സ് വാട്ട് വി ഹാവ് എക്സ്പ്ലെയിൻ ഹിയർ നൗ അബൌട്ട് മെഷർമെന്റ് ആൻഡ് ടൈമിംഗ്.
So principal part clear ആണോ എല്ലാവർക്കും? Then accounting treatment പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഈ receivable of 100,000 ജൂണിൽ റെക്കഗ്നൈസ് ചെയ്യണം and revenue should be recognized at 100,000. So ഈ ഒരു പാർട്ട് നമ്മൾ സബ്സിക്വന്റ് രണ്ടാമത്തെ റിക്വയർമെന്റ് ആയിരുന്നു, അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്റെ അക്കൗണ്ടിങ് പാർട്ട് under the principle IFRS 15, revenue cannot be recognized on ഏപ്രിൽ നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ആ ഡേറ്റിൽ ഇത് വേരിയബിൾ ആണ്. The amount of variable consideration cannot be reliably estimated. However, on April, 80,000 would be removed from the inventory കാരണം പ്രൊഡക്റ്റ് വിറ്റു. അതുവരെ പ്രൊഡക്റ്റിന് നമ്മൾ റിമൂവ് ചെയ്യാൻ പാടില്ല. ആ ഒരു മൂമെന്റിലാണ് ആ സെയിൽ വിത്ത് റൈറ്റ് ഓഫ് റിട്ടേൺ സാറ്റിസ്ഫൈ ആയത്. So revenue of 100,000, which is assumed to be the present value of 121,000 receivable in 2 years, is recognized on 30 June 2080 when the uncertainty regarding potential return is resolved. അപ്പോൾ അത് നമുക്കിനി തിരിച്ചു വരത്തില്ല എന്ന് ഉറപ്പുള്ളപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓൺ ദ സെയിം ഡേ റൈറ്റ് ടു റിക്കവർ അസറ്റ് വിൽ ബി ഡീറെക്കഗ്നൈസ്ഡ് ആൻഡ് ട്രാൻസ്ഫർ ടു കോസ്റ്റ് ഓഫ് സെയിൽ. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് പോകുന്നുണ്ടെങ്കിലും എന്തായിട്ടാണ് പോകുന്നത്, അത് റൈറ്റ് ഓഫ് റിട്ടേൺ അസറ്റ് ആയിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് അങ്ങനെ റൈറ്റ് ഓഫ് റിട്ടേൺ വെക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ്ലി അത് കോസ്റ്റ് ഓഫ് സെയിൽസിലേക്ക് റെക്കഗ്നൈസ് ചെയ്യാം. കാരണം പ്രൊഡക്റ്റ് പോയി, ഇൻവെന്ററി കുറഞ്ഞു, അപ്പൊ ഡെബിറ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ്, ക്രെഡിറ്റ് ഇൻവെന്ററി എന്ന് കാണിക്കാൻ പറ്റും. So the company will recognize a finance income as well. കാരണം നമുക്കറിയാം 100,000 എന്ന് പറയുന്നത് എന്താ, പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് റിസീവബിൾസ് ആണ്. സോ നമ്മുടെ റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്താണ് വരുന്നത്, കമ്പനിയുടെ റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്താണ്, 30 സെപ്റ്റംബർ 2080 ആണ്. അപ്പോ ജൂണിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, 30 ജൂൺ 2082 നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. സോ ജൂൺ കഴിഞ്ഞിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അപ്പോ ആ 3 മാസത്തെ എന്ത് വരും, ആ 3 മാസത്തെ ഒരു ഫൈനാൻഷ്യൽ ഇൻകം വരും. ബിക്കോസ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ എമൗണ്ട് ആണ് ആ ഫൈനാൻഷ്യൽ അസറ്റ് ആയിട്ട് അല്ലെങ്കിൽ റിസീവബിൾ ആയിട്ട് നമ്മൾ 100,000 കാണിച്ചത്. സോ 10% അസ്യൂം ടു ബി ദ ഡിസ്കൗണ്ടിങ് റേറ്റ്. സോ 10% into 3/12, ആ 3 monthsന്റെ ഫൈനാൻഷ്യൽ ഇൻകം നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യണം. So by the time it reaches the reporting date, നിങ്ങളുടെ ടോട്ടൽ റിസീവബിൾ എമൗണ്ട് എത്ര വരും, 100,000 plus 2,500 ആയിരിക്കും നിങ്ങളുടെ ടോട്ടൽ റിസീവബിൾ എമൗണ്ട്. റവന്യൂ വിൽ റിമെയിൻ അറ്റ് 100,000 itself. റവന്യൂ ക്രെഡിറ്റ് ചെയ്യുന്ന എത്ര തന്നെ ആയിരിക്കും, റവന്യൂ ബുക്സിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന എത്ര തന്നെ ആയിരിക്കും, 100,000. അതിൽ ചേഞ്ച് ഒന്നുമില്ല. പക്ഷെ ആ ഫൈനാൻഷ്യൽ അസറ്റ് 30 ജൂൺ 2080 നിന്ന് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ആ ഫൈനാൻഷ്യൽ അസറ്റിൽ എന്ത് വരും, 100,000 കൂടെ 100,000 എന്തോടെ വരും, ആ 3 monthsന് ഇൻട്രസ്റ്റ് കൂടെ വരും, which is 10% into 3/12 on 2080. Is it clear everyone? അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും ആ ഒരു കൺസെപ്റ്റും ക്ലിയർ ആണോ? Can you reply in the chat? All of you. Okay. ഇനി നമുക്ക് 2 എക്സിബിറ്റ് കൂടെ ബാക്കിയുണ്ട്. ഒന്ന് സെയിൽസ് വിത്ത് വോളിയം ഡിസ്കൗണ്ട് ഇൻസെന്റീവ്, ദെൻ പ്രസന്റേഷൻ ആൻഡ് ടാക്സ് ഇഷ്യൂസ്. സോ നൗ എക്സിബിറ്റ് 2 പോയേ. So on 1st January 2009, 21 months before the reporting date, they began agreement to sell goods to a third party, Elbrus. The price of the good was set at 100 per unit for all sales into 2-year period. Appo 2-year periods next 2 accounting periods like our price keep ചെയ്ത് എത്രയാണ് മക്കളെ? So 2009 to 2080. അപ്പോൾ ഓൾമോസ്റ്റ് 2 ഇയേഴ്സിലേക്കുള്ള പ്രൈസ് അവർ ഫിക്സ് ചെയ്തേക്കുന്നത് 100 ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ 21 months എന്നുള്ള സാധനം വന്നത്.
However, if the sales of the product to Elbrus exceeds 60,000 units in the second period ending 31st December 20, the selling price of all units is retrospectively set at 90 per item. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റെട്രോസ്പെക്റ്റീവ്ലി ആണ് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരേണ്ടത്. എന്ന് വെച്ചാൽ എന്താ, ലെറ്റ്സ് സേ ഫസ്റ്റ് ഇയറിൽ ഒരു 20,000 ആണ് നമ്മൾ വിറ്റെന്ന് വെച്ചോ. അപ്പൊ 20,000 നമ്മൾ റവന്യൂ എത്ര റെക്കഗ്നൈസ് ചെയ്യും? 100 വെച്ച് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യും. ബട്ട് അറ്റ് എനി മൂവ്മെന്റ് വി ഫെൽ ലൈക്ക് ആ 2 years ടൈം ലൈൻ ഉണ്ട്. 60,000 യൂണിറ്റ്സ് എക്സീഡ് ചെയ്യാൻ 2 years ടൈം ലൈൻ ഉണ്ട്. അപ്പോൾ അറ്റ് എനി മൂവ്മെന്റ് വി ഫെൽ ലൈക്ക് ഇത് 2 years എക്സീഡ് 2 years ഡൗൺ ദ ലൈൻ 60,000 കൂടുതൽ റവന്യൂ വരും എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് റെക്കഗ്നൈസ് ദ ഗുഡ്സ് സോൾഡ് ടിൽ ഡേറ്റ്. റവന്യൂ ഞാൻ എത്ര കാണിക്കേണ്ടി വരും? 100 മാറ്റിയിട്ട് 90 റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഹൗ മച്ച് റവന്യൂ ഹാവ് റെക്കോർഡ് അറ്റ് 100 ദാറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ആസ് വെൽ. അതുകൊണ്ടാണ് റെട്രോസ്പെക്റ്റീവ് ചേഞ്ച് വരുമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? Is it clear everyone? Okay. അപ്പോ അറ്റ് എനി മൂവ്മെന്റ് നിങ്ങൾ ഈ 2 yearsനുള്ളിൽ 60,000 എന്ന് പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മതി. അപ്പോ ലെറ്റ്സ് സേ ആദ്യം ഇപ്പൊ 20,000 സെല് ചെയ്തു. ബട്ട് അറ്റ് സം പോയിന്റ് ഇൻ ടൈം വി ഫെൽറ്റ് ലൈക്ക് എന്താ 20,000 ഈ വർഷം സെല് ചെയ്താലും നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും ഐ എം കോൺഫിഡന്റ് ദാറ്റ് ഇറ്റ് വിൽ എക്സീഡ് 60,000 എന്ന് നമുക്ക് തോന്നുന്ന ആ മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ മൂവ്മെന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് ദാറ്റ് പർട്ടിക്കുലർ മൊമെന്റ് എത്ര ഗുഡ്സ് ആണ് നമ്മൾ സെല് ചെയ്തിട്ടുള്ളത്, ആ ഗുഡ്സിനെല്ലാം നമ്മൾ റിവേഴ്സ് കാൽക്കുലേഷൻ കൊണ്ടുവരണം. ദാറ്റ് ഈസ് റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് അറ്റ് 90 rupees rather than at 100. അതുവരെ നിങ്ങൾ 100 റെക്കഗ്നൈസ് ചെയ്താലും റിമൂവ് ചെയ്യാം. കാരണം എഫക്റ്റീവ്ലി അതർവൈസ് ഇറ്റ് വിൽ ഓവർസ്റ്റേറ്റ് യുവർ പ്രോഫിറ്റ്. കാരണം നിങ്ങൾക്ക് എഫക്റ്റീവ്ലി റവന്യൂ കിട്ടാൻ പോകുന്ന എത്രയേ ഉള്ളൂ? ആ ടാർഗറ്റ് എക്സീഡ് ആയി കഴിഞ്ഞാൽ റവന്യൂ കിട്ടാൻ പോകുന്ന എത്രയേ ഉള്ളൂ? 90 വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ആ 90 വെച്ചിട്ട് നിങ്ങൾ കോൺഫിഡന്റ് ആവുന്ന ദിവസം 90 ആയിരിക്കും നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ്. ബിക്കോസ് സെല്ലിംഗ് യൂണിറ്റ്സ് ഈസ് ഗോയിങ് ടു എക്സീഡ് 60,000 എന്ന് നമുക്ക് തോന്നുന്ന ആ മൊമെന്റ് ഉണ്ടല്ലോ, ആ മൊമെന്റിൽ തന്നെ റവന്യൂ ഷുഡ് ബി റെട്രോസ്പെക്റ്റീവ്ലി ചേഞ്ച്. അപ്പൊ റെട്രോസ്പെക്റ്റീവ്ലി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ വിൽക്കാൻ പോകുന്നതിന് മാത്രമല്ല, ഓൾറെഡി നമ്മൾ പണ്ട് വിറ്റതിന് എന്ത് ചെയ്യണം? 90 തന്നെ റെക്കഗ്നൈസ് ചെയ്യണം. മനസ്സിലായോ? Is it clear everyone? Can you reply in the chat? അപ്പൊ ഇവിടെ നമുക്ക് കുറെ റിപ്പോർട്ടിംഗ് പീരീഡ് ഉണ്ട്. It is 1st Jan 20W9. Then നമ്മുടെ റിപ്പോർട്ടിംഗ് ഡേറ്റ് 110W9 ആണ്. Then 2 years ടൈം ലൈൻ കൊടുത്തേക്കുന്ന അത് അതിന്റെയും റിപ്പോർട്ടിംഗ് ഡേറ്റ് സംവെയർ നിയർ ആണ്. ഈ 3 ഡേറ്റ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ അതിൽ മെയിൻലി പിക്ക് ചെയ്യേണ്ടത്. ഒന്ന് ജാനുവരി, പിന്നെ നമ്മുടെ റിപ്പോർട്ടിംഗ് ഡേറ്റ് വിച്ച് ഇസ് 30 September 20W9 ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് എത്രയാണ്? ആഫ്റ്റർ 2 years എന്ന് പറയുന്ന സംഭവം ഇസ് 31st December 20W9. ഓക്കെ, അപ്പൊ ഈ 3 ഡേറ്റ്സ് ആണ് നമുക്ക് മെയിൻലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ്. ഓക്കെ, സോ ആസ് ഓൺ 30 September 20W9, ദാറ്റ് ഈസ് ഫസ്റ്റ് ഇയറിൽ ഒരു ഓൾമോസ്റ്റ് ജാനുവരി ഒരു 9 months കഴിഞ്ഞു അല്ലെ? 9 months കഴിഞ്ഞപ്പോ സെയിൽസ് ടു ഗുഡ്സ് ടു എൽബ്രസ് ഇൻ ദ 9-month പീരീഡ് ഈസ് ഹൗ മച്ച്? എത്ര വരുന്നുണ്ടോ മക്കളെ? How much it is? എത്ര ഗുഡ്സ് ആണ് നമ്മൾ സെല് ചെയ്തേക്കുന്നേ? എത്ര ഗുഡ്സ് ആണ്? 20,000 യൂണിറ്റ്സ്.
അപ്പോൾ ആ ഒരു മൊമെന്റില് ഡു ദേ ഹാവ് എനി എക്സ്പെക്ടേഷൻ ദാറ്റ് ഇൻ ഫ്യൂച്ചർ ഈ ഒരു ടാർഗറ്റ് എക്സീഡ് ആവുമെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? ആ ഒരു മൊമെന്റിലെ സിറ്റുവേഷൻ എന്താണ്? This volume of sale per month was not expected to change before 31st December 2080 at that moment. അപ്പോൾ നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ട എത്ര ആയിരിക്കണം? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്ന എത്ര ആയിരിക്കണം മക്കളെ? എത്ര വെച്ചിട്ടാ? 100 വെച്ചിട്ടാണോ 90 വെച്ചിട്ടാണോ? ആ ഒരു മൊമെന്റിൽ എനിക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എത്രയിലാണ്? 100-ലാണോ 90-ലാണോ? യെസ്, ഇറ്റ് ഷുഡ് ബി അറ്റ് 100. അപ്പോൾ ടോട്ടൽ റവന്യൂ എത്ര വരും? 200,000, സോറി 20,000 മൾട്ടിപ്ലൈഡ് ബൈ 100. സോ 2 million ആയിരിക്കും ഞാൻ അവിടെ ബുക്ക് ചെയ്യുന്ന റവന്യൂ. ഓക്കെ ആണോ? ആ ഒരു മൊമെന്റിൽ ഞാൻ ബുക്ക് ചെയ്യുന്ന റവന്യൂ 2 million ആണ്. ബിക്കോസ് എന്റെ എക്സ്പെക്ടേഷൻ പ്രകാരം എന്താ, ഡൗൺ ദ ലൈൻ ദർ ഇസ് എ ഹ്യൂജ് ഗ്യാപ്പ്. പക്ഷെ ആ ഒരു ഗ്യാപ്പിലും ഈ ഒരു സെയിൽസ് ടാർഗറ്റ് എക്സീഡ് ആവത്തില്ല എന്നുള്ളതാണ് എന്റെ അസംഷൻ. പെർഫെക്റ്റ്. ബട്ട് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. However, in the year ended 30 September 2080, the total sale of the goods to Elbrus were 35,000, and based on the current orders from Elbrus, the estimate was revised. The directors of Maslu estimated that the sale of the goods to Elbrus in 2 years periods ending 31st December would be more than 60,000. അപ്പോൾ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ആ റിപ്പോർട്ടിംഗ് ഡേറ്റ് 2 years കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി എത്ര സെല് ചെയ്യും? എത്ര സെല് ചെയ്യുമെന്ന് 30 September 2080 ആയപ്പോ, ദാറ്റ് ഈസ് 30 September 2080 ആയപ്പോഴത്തേക്കും അവർക്ക് കോൺഫിഡന്റ് ആയി. യൂണിറ്റ്സ് ഇപ്പൊ എത്ര വിറ്റു? ഒരു മൊത്തം ആ സ്വപ്നം എത്ര വിറ്റിട്ടുണ്ട്? 35,000 യൂണിറ്റ്സ് വിറ്റിട്ടുണ്ട്. ഡിസംബർ 2080 ആവുന്നതിന് മുമ്പ് ആ ലിമിറ്റ് എക്സീഡ് ആവുന്ന അവർക്ക് കോൺഫിഡന്റ് വന്നു. അപ്പൊ അങ്ങനെ കോൺഫിഡന്റ് വന്നെങ്കിൽ നമ്മൾ റവന്യൂ ഇതുവരെ റെക്കഗ്നൈസ് ചെയ്തതെല്ലാം എത്രയിലാണ്? ടിൽ ഡേറ്റ് നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത എത്രയിലായിരിക്കും മക്കളെ? 100-ലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ദാറ്റ് ഷുഡ് ബി റിവൈസ്ഡ്. 35,000 നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എത്രയിലായിരിക്കണം? 90-ലായിരിക്കണം. നമ്മൾ ഓൾറെഡി ഒരു 200,000 റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് എത്രയിലാണ്? 100-ല് 90-ലേക്കാ. അത് നമ്മൾ ഡീറെക്കഗ്നൈസ് ചെയ്യും. അല്ലെ? ഇപ്പൊ 35,000 ആണ് നമ്മൾ വിറ്റത്. 35,000 into 90 പ്ലസ് നമ്മൾ ഓൾറെഡി എത്രയാണ് റെക്കഗ്നൈസ് ചെയ്തിരുന്നത്? ഒരു 20,000 നമ്മൾ എക്സസ് എത്ര റെക്കഗ്നൈസ് ചെയ്ത റവന്യൂ? 10 അല്ലേ? എക്സസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത 10 അല്ലേ? യെസ്. അപ്പൊ അത് റിമൂവ് ചെയ്യാം. സോ എഫക്റ്റീവ്ലി നമ്മൾ റവന്യൂ എത്ര കാണിക്കാൻ പാടുള്ളൂ? റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് 295,000. ക്ലിയർ ആണോ? അപ്പോൾ ടോട്ടൽ ക്യുമുലേറ്റീവ് റവന്യൂ എത്ര വരും? 200,000 നമ്മൾ ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്തതും പിന്നെ 295,000 ചേർത്ത് നിങ്ങളുടെ ക്യുമുലേറ്റീവ് റവന്യൂ എത്ര വരും? How much it is? എത്ര മക്കളെ വരുന്നേ? ഷുഡ് ബി 495,000. ക്ലിയർ ആണോ? Is it clear, everyone? Can you reply in the chat? Revenue for the period ended 1/10/2009 revenue 2 million ആണ്. But when it comes to reporting date, അപ്പോൾ അത് കഴിഞ്ഞ് അഡീഷണലി 20,000 യൂണിറ്റ്സ് കൂടാതെ
പ്ലസ് ഒരു 35,000 അവർ വിറ്റു, റൈറ്റ്? അപ്പൊ അതിന്റെ ക്യുമുലേറ്റീവ് റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് 100-ലല്ല. അപ്പോ 20,000 നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നതിന്റെ കൂടെ ഞാൻ എന്ത് ഡീറെക്കഗ്നൈസ് ചെയ്തു? From that I derecognized that extra 10 I have recognized for the previous goods which is sold. So effectively 20,000 into 100 plus 35,000 into 90 എന്നുള്ളതല്ല, ആ 20,000-ന്റെ ഒരു എക്സ്ട്രാ 10 ഞാൻ ഡിഡക്ട് ചെയ്തു. ഇതാണ് അപ്പൊ നമ്മുടെ റെട്രോസ്പെക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്ത ചേഞ്ച്. ഓക്കെ ആണോ? സാർ, ഈ റവന്യൂവിന്റെ നമ്മള് ഏത് എമൗണ്ടിലാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ 90-ൽ തന്നെ റെക്കഗ്നൈസ് ചെയ്തുകൂടെ? ഇതിപ്പോ ഓൾറെഡി അവര് 100-ൽ റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ? അല്ല, ഇത് നമുക്ക് ഓരോ റിപ്പോർട്ടിംഗ് പീരീഡ് അല്ലല്ലോ നമ്മൾ PNL പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോ PNL പ്രിപ്പയർ ചെയ്യേണ്ടത് ഓരോ റിപ്പോർട്ടിംഗ് പീരീഡിലേക്കല്ലേ? മനസ്സിലായി? PNL പ്രിപ്പയർ ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് പീരീഡിലാണ്. അപ്പൊ ആദ്യത്തെ റിപ്പോർട്ടിംഗ് പീരീഡിൽ എനിക്ക് ഇങ്ങനെ എക്സ്പെക്ടേഷൻ ഇല്ല. അന്നത്തെ എന്റെ എസ്റ്റിമേറ്റ് പ്രകാരം എത്രയാണ്? 50,000 എക്സീഡ് ആവത്തില്ല എന്നുള്ളതാണ് എന്റെ അസംഷൻ. അല്ലേ? അപ്പൊ ആ സമയത്ത് ഞാൻ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എത്രയായിരിക്കണം? ആ സമയത്തെ എസ്റ്റിമേറ്റ് പ്രകാരമാണ്. എന്റെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രകാരം 20W9-ൽ എന്റെ അസംഷൻ എന്താണ്? The sales of goods to Elbus in 9-month period ending 30 September total 20,000 and this volume of sale per month was not expected to change before 31st December 2080. അതാണ് എന്റെ അന്നത്തെ അസംഷൻ. അപ്പൊ ആ സമയത്ത് ഞാൻ ബുക്സിൽ റവന്യൂ കാണിക്കുന്ന എത്രയായിരിക്കും? 2 million ആയിരിക്കും. മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? പിന്നെ അവിടുന്ന് അടുത്ത വർഷമായി 20W9-ന്ന് 30 September 2080 ആയി. ഒരു വർഷം കഴിഞ്ഞപ്പോ ആ ഒരു ടൈമിലാണ് എനിക്ക് മനസ്സിലായത് I sold another 35,000. സോ ക്യുമുലേറ്റീവ്ലി ആ ഒരു പീരീഡ് ഞാൻ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്ന എത്ര? It should not be 31,000. ഞാൻ 90,000 90 rupees വെച്ചിട്ട് എനിക്ക് 35,000 യൂണിറ്റ്സ് ഞാൻ സെല് ചെയ്തു ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ. പക്ഷെ അത് മൊത്തം എനിക്ക് റവന്യൂ ആയിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ അതിൽ നിന്ന് എന്ത് കുറച്ചു? കഴിഞ്ഞ വർഷം ഞാൻ റെക്കഗ്നൈസ് ചെയ്ത എക്സ്ട്രാ 10 കുറച്ചിട്ട് ബാക്കി എമൗണ്ട് ആണ് ഞാൻ എന്ത് ചെയ്തത്? റവന്യൂ ഫോർ ദ പീരീഡ് എൻഡിങ് September 20X9 കാണിക്കാൻ പോകുന്നുണ്ടാവുക. മനസ്സിലായോ? ശരിക്കും ആ ഒരു പീരീഡിൽ നീ 35,000 യൂണിറ്റ്സ് സെല് ചെയ്തു. പക്ഷെ അത് പ്രകാരം 90 റെക്കഗ്നൈസ് ചെയ്തോ? ഞാൻ ഇല്ല. 90-ൽ നിന്ന് ആ 90 റെക്കഗ്നൈസ് ചെയ്ത എക്സസ് റെട്രോസ്പെക്റ്റീവ് ചേഞ്ച് വരുത്തി ബാക്കി റിമൈനിങ് എമൗണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ? 20X9 ഇയർ എൻഡിൽ റവന്യൂ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. ക്ലിയർ ആണോ? Is it clear everyone? വേറെ കാൽക്കുലേഷൻ നോട്ട് ചെയ്തോ? So sales incentive answer ഇങ്ങനെ വരും. So consideration payable by customer is variable as depends upon the volume of sales in the 2-year period. Almost 24 months ആണ്. ആ 24 months-ൽ 9 months കഴിഞ്ഞിട്ടുള്ളൂ. Okay. So they can reliably estimate the outcome so that will not exceed sale of 9 months. Okay. അപ്പൊ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യുവാണെങ്കിൽ അന്നത്തെ നമ്മുടെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഗ്രോസ് അപ്പ് ചെയ്യുവാണെങ്കിൽ 9 months-ൽ നമ്മൾ എത്ര സെല് ചെയ്തേ? 20,000. അപ്പൊ വിത്തിൻ 24 months നമ്മൾ ആ ഒരു എക്സ്പെക്ടഡ് റേറ്റിൽ ഞാൻ ഗ്രോസ് അപ്പ് ചെയ്യുമ്പോൾ എത്രയേ വരുന്നുള്ളൂ? ഇതേ രീതിയിൽ മന്ത്ലി സെയിൽസ് പോവുകയാണെങ്കിൽ
ഈ 24 months കംപ്ലീറ്റ് ആകുമ്പോൾ എന്റെ ഇപ്പോഴത്തെ എക്സ്പെക്ടേഷൻ എത്രയേ വരുന്നുള്ളൂ? 53,333 എത്തുന്നുള്ളൂ. മനസ്സിലായോ? ഈ ഒരു കാൽക്കുലേഷൻ ലോജിക്ക് മനസ്സിലായോ എല്ലാവർക്കും? എന്നുവെച്ചാൽ 20,000 ആണ് നമ്മൾ 9 മാസം കൊണ്ട് വിറ്റത്. അങ്ങനെയാണെങ്കിൽ 24 months കൊണ്ട് എത്ര വിൽക്കും? എന്താ? ഇൻറ്റു 24 ഡിവൈഡ് ബൈ 9. പെർ മന്ത് ഇത്ര വെച്ചിട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 months എത്ര ആയിരിക്കും സെല് ചെയ്യുന്നത്? 53 സെല് ചെയ്തുള്ളൂ എന്നാണ് നമ്മുടെ എന്നത്തെ അസംഷൻ? 30 September 20W9 നമ്മുടെ എക്സ്പെക്ടേഷൻ. സോ അതുകൊണ്ടാണ് ഫോർ ദാറ്റ് പീരീഡ് വി ആർ ബുക്കിംഗ് ദ റവന്യൂ അറ്റ് $100. Are you getting it? Okay ആണോ മക്കളെ? Now, during the year ended 30 September 2060, the actual sales volume estimated change such that a cumulative revenue should now be booked at 90 per unit. So it is now expected that the volume discount threshold has been exceeded, അല്ലെങ്കിൽ will be exceeded എന്ന് ഇപ്പൊ എനിക്ക് കോൺഫിഡന്റ് ആയി. So this means that the cumulative revenue of these goods should be how much? There is 20,000 plus 35,000 into 90. So effectively 495,000 ആയിരിക്കണം നമ്മൾ ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. Is it clear everyone? അപ്പോൾ റവന്യൂ നമ്മൾ ഈ ഒരു വർഷം ബുക്ക് ചെയ്യുന്ന എത്ര ആയിരിക്കും? ഫോർ ദ പീരീഡ് എൻഡഡ് 20X0 ഓൾറെഡി 2 million നമ്മൾ അവിടെ റെക്കഗ്നൈസ് ചെയ്തു. സോ 495,000 ആണ് ഇൻ ടോട്ടൽ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. സോ 495,000 മൈനസ് 2 million. സോ എഫക്റ്റീവ്ലി 2,950,000 ആയിരിക്കും ഈ ഒരു ഇയറിലേക്ക് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോർ ദ പീരീഡ് എൻഡഡ് 20X9. ഈ ഒരു 295,000 ആയിരിക്കും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സോ എന്റെ ആൻസർ ഒന്ന് നോട്ട് ചെയ്തോ. Done everyone? ആ സെയിൽസ് വോളിയം ഇൻസെന്റീവിന്റെ പാർട്ട് മനസ്സിലായോ? Can you reply in the chat? Okay, calculation clear ആണോ മക്കളെ? Okay. So now comes to the last question. So our last requirement എന്താണ്? That is with respect to presentation and tax issues. So using the exhibit 3, address the matters raised by investors regarding SOPL and OCA. അപ്പോൾ ഇവിടെ നോർമലി ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ചില കാര്യങ്ങൾ നമ്മൾ PNL കാണിക്കുന്നു, ചില കാര്യങ്ങൾ നമ്മൾ OCA കാണിക്കുന്നു. അതിന്റെ റീസൺ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ആൻഡ് ഫർദർ റീക്ലാസ് അതേപോലെ തന്നെ ചിലതൊക്കെ നമ്മൾ റീക്ലാസിഫൈ ചെയ്യാറുണ്ട് ഫ്യൂച്ചറിൽ PNL. So why we are doing it and the tax issues related to this OCA items and its overall impact on the performance evaluation. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു ഇൻ ജനറൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ആയിരിക്കും ഇവിടെ. സോ ജസ്റ്റ് ലുക്ക് ഗോ ത്രൂ ദ റിക്വയർമെന്റ്. ക്വസ്റ്റ്യന്റെ ഭാഗം നോക്കിയേ. So investor has reviewed the SOPL and OCA is confused because he has noticed that there is 2 sections. The first section entitled P&L and second is OCA. So some items in OCA sections are labeled as may be reclassified to P&L and some are labeled as maybe will not be reclassified to P&L. So she should appreciate the clarification as to how does it present a particular item of income and certain in P&L or how we are reclassifying it to P&L. Our reclassify ചെയ്യുന്നതിന്റെ confusion ഉണ്ട് പുള്ളിക്കാരന്. And she is so curious how distinction between the above points has an impact on the computation of performance evaluation indicators. അപ്പോൾ ratios ഒക്കെ calculate ചെയ്യുമ്പോൾ അത് ഇത് കാരണം വരുന്ന impact എത്രത്തോളം ആയിരിക്കും. And it appears that
The tax charges included in P&L section of the statement, as there is no tax charges included in OCA section of the statement. അപ്പോൾ OCA ക്ക് നമ്മൾ ടാക്സ് ചെയ്യുന്നില്ല, P&L ഐറ്റത്തിന് മാത്രം നമ്മൾ ടാക്സ് ചെയ്യുന്നുള്ളൂ. So she is confused as where the tax related to OCA is reported. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുണ്ടോ? And furthermore, she has noticed that tax charge in P&L statement bears no relation to tax has been paid according to the cash flow statement. അപ്പോൾ ബേസിക്കലി 3 കൺഫ്യൂഷൻ ആണ് ഇവിടെ. എന്തുകൊണ്ട് ചില ഐറ്റം P&L കാണിക്കുന്നു, OCA കാണിക്കുന്നു? ഫസ്റ്റ് നമുക്ക് അത് അഡ്രസ് ചെയ്യാം. സോ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ P&L ആൻഡ് OCA എന്ന് പറയാം. എന്തായിരിക്കും ഡിഫറൻസ്? റിയലൈസ്ഡ് ആയിട്ടുള്ള ഗെയിൻ ഒക്കെ റിയലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ P&L കാണിക്കുന്നത്. അൺറിയലൈസ്ഡ് പോലത്തെ റിവാലുവേഷൻ ഗെയിൻസ് ആയിരിക്കും നമ്മൾ ഇവിടെ കാണിക്കുന്നത് OCA. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നോ അഗെയിൻ OCA തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ചിലത് നമ്മൾ P&L റീക്ലാസിഫൈ ചെയ്യും, ചിലത് നമ്മൾ P&L റീക്ലാസിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അതിന് രണ്ടിനും ഒരു എക്സാമ്പിൾ പറയാം. റീക്ലാസിഫൈ ചെയ്യുന്ന ഏതൊക്കെയാണ്? ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്, അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ റിസർവ്സിന്റെ റീക്ലാസിഫിക്കേഷൻ ഫോറക്സിലൊക്കെ. സോ അവിടെ നമുക്ക് ഫ്യൂച്ചറിൽ ആ എമൗണ്ട് കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ റീക്ലാസിഫൈ ചെയ്യുന്നത്. ഇൻ ഫ്യൂച്ചർ വി ക്യാൻ റിയലൈസ് ഇറ്റ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റീക്ലാസിഫൈ ചെയ്യുന്നത്. അതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും ഇത്രൂടെ സർട്ടൺ ആണ്. ദാറ്റ്സ് വൈ വി ആർ റീക്ലാസിഫൈങ് ഇറ്റ്. പക്ഷെ റിവാലുവേഷൻ ഗെയിൻ പോലുള്ള സാധനങ്ങൾ നമ്മൾ റീക്ലാസിഫൈ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ റീമെഷർമെന്റ് കമ്പണന്റ് ആസ് പെർ IAS 19 നമ്മൾ റീക്ലാസിഫൈ ചെയ്യാറുണ്ടോ? ഇല്ല. സോ ആ എക്സാമ്പിൾ കോട്ട് ചെയ്തിട്ട് പറയാ, ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോൾ കിട്ടുമെന്നോ അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാൻ പറ്റുമെന്നോ ഉള്ള കാര്യത്തിൽ അഗെയിൻ ദർ ഇസ് ഹയർ ലെവൽ ഓഫ് അൺസർട്ടനിറ്റി. സോ ദാറ്റ്സ് ദ റീസൺ വി ആർ നോട്ട് റീക്ലാസിഫൈങ് ഇറ്റ് ടു P&L എന്ന് പറയാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. നൗ P&L ഐറ്റത്തിന് നമ്മൾ ടാക്സ് കൊടുക്കണം, OCA ഐറ്റത്തിന് നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ പേബിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് P&L ഐറ്റം എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് റിയലൈസ് ഗെയിൻ. ആ റിയലൈസ് ഇൻകത്തിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. മറ്റേടത്ത് നമ്മൾ റിയലൈസ് ചെയ്യാത്തൊരു സാധനമാണ്, ദർ ഈസ് നോ ടാക്സ് ടു ബി പെയ്ഡ്. പക്ഷെ അഗെയിൻ OCA നമ്മൾ ചില ടാക്സ് ചാർജസ് കാണിക്കാറുണ്ട് വിത്ത് റെസ്പെക്ട് ടു എന്തായിരിക്കും? ഓർക്കുന്നുണ്ടോ? OCA നമ്മൾ ടാക്സ് ചാർജസ് കാണിക്കും വിത്ത് റെസ്പെക്ട് ടു ഡിഫേർഡ് ടാക്സ്. ഡിഫേർഡ് ടാക്സിന്റെ ചാർജസ് ഇഫ് ഇറ്റ്സ് റിലേറ്റ് ടു ആൻ ഐറ്റം ഇൻ OCA, അതിന്റെ ടാക്സ് ചാർജ് നമ്മൾ ഇവിടെ തന്നെ കാണിക്കുന്നത്, OCA തന്നെയാണ് കാണിക്കുന്നത്, അല്ലെ? റിവാലുവേഷൻ ഗെയിൻ കാരണം ഒരു ഡിഫേർഡ് ടാക്സ് മൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ ആ ഡിഫേർഡ് ടാക്സ് ടെമ്പററി ഡിഫറൻസിന്റെ ഇമ്പാക്ട് നമ്മൾ ഇവിടെ തന്നെ കാണിക്കുന്നത് OCA തന്നെയാണ് കാണിക്കുന്നത്. ഈവൻ വി ക്യാൻ മെൻഷൻ അബൌട്ട് ദാറ്റ് പാർട്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ദെൻ ചില കാര്യങ്ങൾ നമ്മൾ ടാക്സ് എക്സ്പെൻസ് SOPL കാണിച്ചിട്ട് ആ സെയിം എമൗണ്ട് അല്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. വാട്ട്സ് ദ ഡിഫറൻസ്? ബിക്കോസ് ദ വേ വി ആർ അക്കൗണ്ടിങ് ഫോർ ടാക്സ് ഇസ് കംപ്ലീറ്റ്ലി different from how a taxman is accounting for tax in the tax books. കാരണം അവിടെ ബേസിക്കലി കുറെ ഡിഫറൻസസ് ഉണ്ട്. പുള്ളി തരുന്ന നമ്മൾ ചെയ്യുന്ന ചില അലവൻസ് അവർ ചിലപ്പോൾ അലവൻസ് വരത്തില്ല. നമ്മൾ ചിലപ്പോൾ ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ് കാണിക്കും P&L, ടാക്സ് അതോറിറ്റി അങ്ങനെ അലവൻസ് വരത്തില്ല ഇമ്പയർമെന്റിന്, അല്ലെ? അതേസമയം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ടായിരിക്കും P&L എക്സ്പെൻസ് ആയിട്ട്, ടാക്സ് അതോറിറ്റി ഡിപ്രീസിയേഷൻ അലോ ചെയ്യത്തില്ല. സോ ഇങ്ങനെയുള്ള കുറെ ബേസിക് ഡിഫറൻസ് കാരണമാണ് ദ എമൗണ്ട് ദാറ്റ് വി അൾട്ടിമേറ്റ്ലി പേ ടു ടാക്സ് അതോറിറ്റി is shown in cash flow statement. ക്യാഷ് ഫ്ലോയിൽ നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ P&L അതാണോ? അല്ല. P&L നമ്മൾ നമ്മുടെ ടാക്സബിൾ പ്രോഫിറ്റ് ബുക്സ് പ്രകാരമുള്ള അക്കൗണ്ടിങ് പ്രോഫിറ്റിലായിരിക്കും ടാക്സ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ടാക്സ് അതോറിറ്റി അതേസമയം എന്ത് ചെയ്യും? ആ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എടുത്ത് കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു ടാക്സബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. ആ ടാക്സബിൾ പ്രോഫിറ്റിലായിരിക്കും അവർ ടാക്സ് പേ ചെയ്യാൻ പറയുന്നത്. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ഫോർ വൈ ഡിഫറൻസ്. മെയിൻ റീസൺ എന്താണ്? നമ്മുടെ ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് P&L കാണിക്കുന്ന ഒരു ഫിഗറും OCA കാണിക്കുന്ന ഫിഗറും തമ്മിൽ ആ ഡിഫറൻസ് വരാനുള്ള മെയിൻ റീസൺ ഇതാണെന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ള അഡ്രസ് ചെയ്ത് ഓരോന്നിനെ പറ്റി നമ്മൾ അഡ്രസ് ചെയ്ത് പറയുക. സോ ഇറ്റ്സ് എ വെരി ജനറൽ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഓവറോൾ മോക്ക് പാർട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു മോക്ക് എഴുതുന്ന ഒരു ടൈം തന്നെ അല്ലെങ്കിൽ ഒരു ആക്ച്വൽ എക്സാമിന്റെ ടൈം തന്നെ എടുത്തു, കാരണം വി ഹാവ് കംപ്ലീറ്റ്ലി ഡിസ്കസ്ഡ് ഇറ്റ് ഇൻ ആൻഡ് ഔട്ട്. സോ ഐ ഹോപ്പ് ഇപ്പം ഓൾറെഡി മോക്ക് എഴുതിയവർക്കാണെങ്കിലും നൗ ഇറ്റ്സെൽഫ് യു ക്യാൻ ഇവാലുവേറ്റ് നിങ്ങൾക്ക് എത്രത്തോളം മാർക്സ് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ മനസ്സിലായി കാണും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ ഇൻ എ വേ ഇറ്റ്സ് ലൈക്ക് ബി മോർ കോൺഫിഡൻറ്റ്. ഇതിപ്പോ നല്ലപോലെ പഠിച്ച് എഴുതിയവർക്കാണെങ്കിൽ ഒരു കോൺഫിഡൻസ് വന്നു കാണും. അത് തന്നെയാണ് പ്രീ മോക്ക് എഴുതുന്നതിന്റെ ഒരു ഗുണം. സോ ആ ഒരു കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക, ബട്ട് ഇറ്റ്സ് നോട്ട് ബി ആൻ ഓവർ കോൺഫിഡൻസ്. സ്റ്റിൽ ഒരു കുറച്ച് മണിക്കൂറുകളോട് ബാക്കിയുണ്ട്. സോ അതിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യേണ്ടത് മെയിൻ പോയിന്റ്സ് അതൊന്നുകൂടെ റിവേഴ്സ് ചെയ്ത് പോവാം. കേട്ടോ മക്കളെ? ഓക്കെ,
So all the best, guys. So few more hours left for the exam. So നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവരും പാസ്സായിക്കോളാം, റാങ്ക് ഒക്കെ അടിച്ചോ. അശ്മേ റാങ്ക് ഒക്കെ അടിച്ചിട്ട് പറഞ്ഞേ, നീ ഇത്രയും ഡൗട്ട്സ് ഒക്കെ ചോദിച്ചതാ. പാസ്സായാ മതി, റാങ്ക് ഒന്നും വേണ്ട. നോക്കി ചിലപ്പോ കിട്ടിയാലോ ബിരിയാണി. എനിക്ക് കഴിഞ്ഞ ഒരു അറ്റംപ്റ്റ് ഉണ്ട്, ആ ഒരു സെൽഫ്